വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ യോശുവയുടെ പുസ്തകം 4-ാം അധ്യായം 8-9 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യോശുവ കൽപ്പിച്ചതുപോലെ ഇസ്രയേൽ മക്കൾ ചെയ്തു. യഹോവ യോശുവയോട് കൽപ്പിച്ചതുപോലെ ഇസ്രയേൽ മക്കളുടെ ഗോത്രസംഖ്യയ്ക്ക് ഒത്തവണ്ണം 12 കല്ല് യോർദ്ദാന്റെ നടുവിൽ നിന്ന് എടുത്ത് തങ്ങൾ പാർത്ത സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചു. യോർദ്ദാന്റെ നടുവിലും നിയമപ്പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ നിന്ന സ്ഥലത്ത് യോശുവ 12 കല്ല് നാട്ടി. അവ ഇന്നുവരെ അവിടെയുണ്ട്. വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് ഈ രാത്രി ചിന്തയ്ക്ക് വേണ്ടി വായിച്ചത്. ഒന്നുകൂടെ പ്രിയ മകളത് വായിച്ചാൽ. യോശുവ കൽപ്പിച്ചതുപോലെ ഇസ്രയേൽ മക്കൾ ചെയ്തു. യഹോവ യോശുവയോട് കൽപ്പിച്ചതുപോലെ ഇസ്രയേൽ മക്കളുടെ ഗോത്രസംഖ്യയ്ക്ക് ഒത്തവണ്ണം 12 കല്ല് യോർദ്ദാന്റെ നടുവിൽ നിന്ന് എടുത്ത് തങ്ങൾ പാർത്ത സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചു. യോർദ്ദാന്റെ നടുവിലും നിയമപ്പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ നിന്ന സ്ഥലത്ത് യോശുവ 12 കല്ല് നാട്ടി. അവ ഇന്നുവരെ അവിടെയുണ്ട്. നല്ല കർത്താവേ, വലിയ പ്രതീക്ഷയോടെ അങ്ങയുടെ മക്കൾ ഇവിടെ ആയിരിക്കുന്നു. സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, അവിടുത്തെ ദിവ്യമായ ആത്മാവിനാൽ തന്നെ ഇന്ന് രാത്രി ഞങ്ങളുടെ മധ്യേ നടകൊള്ളുന്നതിനായി സ്തോത്രം. എല്ലാ എതിരുകളെ ഞങ്ങൾ ഒരുമിച്ച് ശാസിക്കുന്നു. മുഴുമകുത്വം അങ്ങയ്ക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. യോശുവയുടെ പുസ്തകം ഒരു ചരിത്ര പുസ്തകമാണ്. ലോകം കണ്ട ഏറ്റവും ശ്രദ്ധേയനായ നേതാവ് മോശയാണ്. മോശയെ ഒരു നേതാവാക്കുന്നതിന് വേണ്ടി ദൈവം അനേക കാര്യങ്ങൾ മോശയ്ക്ക് വേണ്ടി ചെയ്തു. 3 മാസങ്ങൾ അപ്പനും അമ്മയും സംരക്ഷിച്ച അനന്തരം അമ്മയുടെ മുലപ്പാല് ശമ്പളത്തിന് കുടിച്ചുകൊണ്ട് ഫറവോന്റെ കൊട്ടാരത്തിൽ വളർന്നു. ജനിച്ച് 90-ാമത്തെ ദിവസം മുതൽ കഴിച്ചത് മുഴുവൻ റോയൽ ഫുഡാണ്. കിടന്നത് റോയൽ കട്ടിലേലാണ്, ഇരുന്നത് റോയൽ ചെയറിലാണ്. പഠിച്ചത് രാജകുമാരന്മാർ മാത്രം പഠിക്കുന്ന പ്രത്യേകമായ സ്കൂളിലാണ്. രാജാക്കന്മാരുടെ മക്കൾ പഠിക്കുന്ന കോളേജിലാണ് താൻ അഭ്യസിച്ചത്. അടുത്തൊരു രാജാവ് എന്തെല്ലാം അറിഞ്ഞിരിക്കണം അത് മുഴുവൻ ശാസ്ത്രീയമായോ സാമ്പത്തികമായോ, അടുത്ത രാജാവ് എന്തെല്ലാം അറിയണം അത് മുഴുവൻ കായികമായും വിദ്യാഭ്യാസപരമായും പഠിച്ച 40 വർഷത്തെ ശക്തമായ പഠനം ലഭിച്ച ഒരു മനുഷ്യൻ. അന്നത്തെ ഈജിപ്ഷ്യൻ സാമ്രാജ്യത്തിൻ്റെ എല്ലാ മേഖലകളെയും കൈയടക്കാൻ കഴിവുള്ള ശക്തനായ ഒരു നേതാവ്. ചരിത്രം പറയുന്നത് ഫറവോന്റെ സർവ്വ സൈന്യാധിപനായിരുന്നു മോശയെന്ന്. ഫറവോൻ രാജ്യം ഭരിക്കുമ്പോൾ മകളുടെ മകനെ സൈന്യത്തിൻ്റെ അധിപനാക്കി അനേക യുദ്ധങ്ങൾ മോശ ചെയ്ത് ജയിച്ചിട്ടുണ്ടെന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ മോശ 40-ാമത്തെ വയസ്സിൽ ഒരു പ്രശ്നത്തിൽ അകപ്പെടുകയും അവൻ അവിടെ വിട്ട് ഓടിപ്പോകുകയും 40 വർഷങ്ങൾ മരുഭൂമിയിൽ കൂടെ അലഞ്ഞു തിരിഞ്ഞ് മിദ്യാന്യ പുരോഹിതൻ്റെ ആടുകളെ തീറ്റി മിദ്യാന്യ പുരോഹിതൻ്റെ ഒരു മകളെ ഭാര്യയായിട്ടെടുത്ത് ആ വകയിൽ 2 കുഞ്ഞുങ്ങളുണ്ടായി. ആ നടപ്പ് 40-ാമത്തെ വർഷം തന്നെ എത്തിച്ചത് ദൈവസാന്നിധ്യം ഇറങ്ങുന്ന കോരേബിൻ്റെ മുൻപിലാണ്. താൻ ദൂരെ നിന്നപ്പോൾ അപൂർവമായൊരു കാഴ്ച കണ്ടു. താൻ നിൽക്കുന്നതിന് തൊട്ടടുത്തുള്ള പർവ്വതത്തിൽ ഭയങ്കരമായിട്ട് തീ കത്തുന്നു, മുൾപ്പടർപ്പിനകത്ത്. പക്ഷെ മുള്ള് വെന്തു പോകുന്നില്ല. മരുഭൂമിയിലെ തീ സാധാരണമാണ്. അവിടെ 2 മുള കൂട്ടി ഉരഞ്ഞാലും തീ ഉണ്ടാകും, 2 കല്ല് കൂട്ടി ഇടിച്ചാലും തീ ഉണ്ടാകും. മരുഭൂമിയിലെ ചൂടിൽ തീ ഒരു സാധാരണ സംഭവമാണ്.
അവിടെ ആരും തീപ്പെട്ടി കൊണ്ട് ഉരച്ച് തീ കത്തിക്കണ്ട. അല്ലാതെ തന്നെ പ്രകൃതിദത്തമായി തീ ഉണ്ടാകും. ഇപ്പം ഈ 40 വർഷങ്ങൾ ഈ മനുഷ്യൻ അനേക പ്രാവശ്യം തീയുടെ ജ്വലനങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇതിനു മുമ്പെങ്ങും കണ്ടില്ലാത്ത തികച്ചും അപൂർവമായൊരു കാഴ്ച. മുള്ളു വേകുന്നില്ല, തീ കത്തിക്കൊണ്ടിരിക്കുക. ഈ അപൂർവമായ കാഴ്ച എന്തെന്നറിയാൻ താൻ ആ തീയുടെ അടുക്കലേക്ക് നടക്കുമ്പോൾ തീക്കകത്ത് നിന്ന് ഒരു ശബ്ദം. പ്രൈസ് ദി ലോർഡ്. തീക്കകത്ത് നിന്ന് ഒരു ശബ്ദം, പേര് വിളിക്കുകയാണ്, മോശേ മോശേ. ദൈവം എല്ലാവരെയും പേര് വിളിക്കാറില്ല. പക്ഷേ മെസപ്പൊട്ടോമിയയിലെ ഊറിലുണ്ടായിരുന്ന കൽദയനായ അബ്രഹാമെ ദൈവം വിളിച്ചു. ദമസ്കോസിന്റെ പടിവാതിൽക്ക് നിന്ന് ശൗലിനെ ശൗലേ ശൗലേ എന്ന് ദൈവം വിളിച്ചു. പെട്ടകത്തോട് ചേർന്ന് കിടന്ന ശൗമേലിനെ ശൗമേലേ ശൗമേലേ എന്ന് ദൈവം വിളിച്ചു. ഇവിടെ ഇതാ മോശയെ ദൈവം 2 പ്രാവശ്യം വിളിച്ചു. മോശേ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകയാൽ നിന്റെ കാലിൽ നിന്ന് ചെരിപ്പഴിച്ച് കളയുക. നമുക്ക് ആ സംഭവം അറിയാം. മോശ കാലിൽ നിന്ന് ചെരിപ്പഴിക്കുന്നു, വടി നിലത്തിടുന്നു, വടി പാമ്പായി മാറുന്നു, തിരികെ പിടിക്കുന്നു, വടിയായി മാറുന്നു. ദൈവത്തിൻ്റെ അത്ഭുതം ആ മനുഷ്യൻ്റെ മേൽ പകർന്നിട്ട് മിസ്രൈമിലേക്ക് ചെന്ന് എൻ്റെ ദാസനായ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും സന്തതികളായ ഇസ്രായേലിനെ വിടുവിക്കുക എന്നുള്ള ദൗത്യം തന്നെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ വിക്കനായൊരു മനുഷ്യനാണ്, അതുകൊണ്ട് മറ്റാരെങ്കിലും ഈ ദൗത്യം ഏൽപ്പിക്കണം. ദൈവം പറഞ്ഞു, വിക്കനെയും ചെകടിനെയും ഒക്കെ ഞാനാണ് സൃഷ്ടിച്ചവരല്ലേ പറഞ്ഞേ. നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. പിറവിയിലെ മുടന്തനെ സൗഖ്യമാക്കി യേശുവിന്, ഊമനും ബദിരനെ സൗഖ്യമാക്കി യേശുവിന്, 38 വർഷം കുളക്കരെ കിടന്ന് സൗഖ്യമാക്കി യേശുവിന്, മോശയുടെ നാക്കലും തൊട്ടാ പോലെ പ്രശ്നം പരിഹരിക്കത്തില്ലേ? പക്ഷേ മോശയെ ദൈവം എന്ത് ചെയ്തില്ല? സൗഖ്യമാക്കില്ല. ആ ബലഹീനത വെച്ചുകൊണ്ട് തന്നെ ശുശ്രൂഷിക്കാൻ പറഞ്ഞു. അപ്പം എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു കാരണം, എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കൊടുക്കത്തില്ല. ചിലരുടെ ചില പ്രശ്നങ്ങൾ ശുശ്രൂഷ കാലഘട്ടം മുഴുവൻ താൻ തുടരേണ്ടി വരും. ഹല്ലേലൂയ. അങ്ങനെയാണ് നിനക്ക് ചിലതൊക്കെ വന്ന് ഭവിച്ചിരിക്കുന്നതിൻ്റെ പുറകിലും ദൈവത്തിൻ്റെ വലിയ പ്ലാനുണ്ട്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഏത് ചെറുതും വലുതുമായ കഷ്ടങ്ങളുടെ പുറകിലും ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. ദൈവത്തിന് വേണേൽ ചുമ്മാ നാക്കലും തൊട്ടാ മതി അവനെ കെട്ടഴിഞ്ഞിനെ. പക്ഷെ ദൈവം അത് ചെയ്തത്. ദൈവം പറഞ്ഞു, ചെകിടനെയും കുരുടനെയും ഒക്കെ ഞാനാ സൃഷ്ടിച്ചത്, നീ എൻ്റെ വേല ചെയ്യണം. നിന്റെ നാക്കിന് പകരം ഞാൻ അഹരോനെ തരികയാണ്. നിനക്ക് സംസാരിച്ച് ജനത്തോട് പറയേണ്ട ആശയങ്ങളെല്ലാം ആര് കൈകാര്യം ചെയ്തോളും? അഹരോൻ കൈകാര്യം ചെയ്യും. നീ അവൻ്റെ കൂടെ പോയച്ചാൽ മതി. അപ്പോൾ അവൻ ചോദിച്ചു, ഞാൻ അവിടെ ചെല്ലുമ്പോൾ പറവോനോട് ചോദിച്ചാൽ പറവോന് ഈ എന്നെ അയച്ചത് ആരാന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറയണ്ടേ? പ്രൈസ് ദി ലോർഡ്. ഈ വലിയ ദൗത്യം ഏറ്റെടുക്കാൻ എൻ്റെ പുറകിലുള്ള അതോറിറ്റി എന്താ? ഈ നിയോഗം എന്നെ ഏൽപ്പിച്ചത് ആരാന്നാ ഞാൻ പറയണ്ടേ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ മറുപടി, ഞാനാകുന്നു എന്നുള്ളവൻ നിന്നെ അയച്ചിരിക്കുന്നു. ഒരു സ്തോത്രം പറയണം എന്ന് പറഞ്ഞ എന്താ അർത്ഥം? നിനക്ക് ഞാൻ എന്തായി തീരണം? പ്രൈസ് ദി ലോർഡ്. ചെങ്കടലിനെ വെട്ടി വഴി തുറക്കുന്ന ഒരാളായി മാറണോ? നൈൽ നദിയെ രക്തനദിയാക്കുന്ന ഒരാളായി മാറണോ? ഫറവോന്റെ മുഴുവൻ പാമ്പുകളെ മന്ത്രയുടെ പാമ്പിനെ വിഴുങ്ങുന്ന പാമ്പായി മാറണോ? നിനക്ക് ഞാൻ എന്തായി മാറണം? അന്നേരം അതായി മാറുന്നവനാ ഞാൻ. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് രാത്രിയിൽ നിനക്ക് വേണ്ടി കർത്താവ് ആരാകണം, അതായി മാറാൻ കഴിവുള്ള ഒരു ദൈവം ഇന്ന് രാത്രി കൊണ്ട് വിശ്വസിക്കുന്നവർ മാത്രം ആ കരവൊന്നടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. അങ്ങനെ മോശ വന്നു, അത്ഭുതങ്ങൾ ചെയ്തു, പല ബാധകളുണ്ടായി, ജനത്തെ വിടുവിച്ചു, ചെങ്കടൽ കടന്നു. മോശയുടെ മുമ്പിലെ ഏറ്റവും വലിയ വെല്ലുവിളി ചെങ്കടലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു ദൂത് ഞാൻ പറയാം. നിയോഗവും ശുശ്രൂഷയും നിന്റെ മേലുണ്ടോ? നിന്റെ മുമ്പിൽ വെല്ലുവിളിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ വെല്ലുവിളി ദൈവം അറിഞ്ഞു വരുത്തിയേക്കുന്ന ആ റൂട്ടൊക്കെ മാറ്റിവിട്ട ദൈവമാണ്. നമ്മൾ പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ ഈ മിസ്രൈമിൽ നിന്ന് കനാനിലേക്ക് പോകാൻ നല്ല നാഷണൽ ഹൈവേ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഫറവോന്റെ രഥത്തിൽ
യോസഫ് അയച്ച രഥത്തിൽ യാക്കോബിനെയും മക്കളെയും 70 പേരെ കൂട്ടിക്കൊണ്ടുവരാൻ കഴിയുന്ന രഥം സഞ്ചരിക്കുന്ന രാജപാതയുണ്ട്. ജോസഫിൻ്റെ സഹോദരന്മാര് 3-ാം മാസം കൂടുമ്പോൾ കാലിച്ചാക്കും കഴുതയെല്ലായിട്ട് വരുകയും പോവുകയും ചെയ്യുന്ന വഴിയുണ്ട്. ആ വഴിയെ പോകാനാണ് തുടങ്ങിയത്. തമ്പുരാൻ പറഞ്ഞു ആ വഴിയെ പോകണ്ട, റൂട്ട് മാറ്റിയിട്ട് 2 സൈഡിൽ വലിയ പർവ്വതം, പുറകിൽ ആയുധധാരികളായ ഫറവോന്റെ സൈന്യം, മുൻപിൽ ചെങ്കടലുള്ള ഒരു നിലയിലും രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്. ഇപ്പം ഈ സമയത്ത് ഞങ്ങളുടെ അവിടെ വന്ന് പണ്ട് പ്രസംഗിച്ച ടിനു ജോർജ് പറഞ്ഞൊരു സംഭവം എന്നെ വളരെ ചിന്തിപ്പിച്ച. അദ്ദേഹം പറഞ്ഞു, ഇന്നത്തെ കൂട്ട് മൊബൈലൊന്നും ഇല്ലല്ലോ, ഇവിടെ മുമ്പിൽ ചെങ്കടലാന്ന് പുറകിൽ നിൽക്കുന്ന ആളോട് പറയാൻ. അന്ന് മൊബൈലൊന്നുമില്ല. ഇതൊന്നും 2 പേരല്ല, ഏകദേശം 30 ലക്ഷം പേരാ. നിങ്ങളുടെ പാവനെ 30 ലക്ഷം പേരുടെ ഒരു മീറ്റിംഗ് എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? 30 ലക്ഷം പേരുടെ മീറ്റിംഗ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. 3 ലക്ഷം പേരുടെ മീറ്റിംഗ് കണ്ടിട്ടുണ്ടോ? ഇല്ല. നമ്മുടെ ഇവിടെ ആരും കണ്ടിട്ടില്ല. മാക്സിമം 10,000-15,000 പേര് കൂടുന്ന മീറ്റിംഗ് അല്ലേ? ഇതൊരു 30 ലക്ഷം പേരുണ്ട്. അപ്പോൾ ഈ മുൻപിൽ നിൽക്കുന്ന 10,000-ഓ 1 ലക്ഷമോ പേര് ചെങ്കടൽ കണ്ടു കാണും. പക്ഷെ ബാക്കി പുറകെ നിൽക്കുന്ന 29 ലക്ഷം പേർക്ക് മുമ്പിൽ ചെങ്കടലാന്ന് അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ ഒരു 2 ലക്ഷം പേർക്ക് ഈ സൈഡിലെ പർവ്വതം കണ്ടു കാണും. പക്ഷേ ഇങ്ങേ സൈഡിൽ പർവ്വതമാണെന്ന് അവർക്ക് അറിയത്തില്ല. ഇങ്ങേറ്റം നിൽക്കുന്ന ഒരു 2 ലക്ഷം പേർക്ക് ഈ സൈഡിലെ പർവ്വതം കണ്ടു കാണും. പക്ഷേ മുൻപിൽ ചെങ്കടലും ഈ സൈഡിൽ പർവ്വതം അവർക്ക് അറിയത്തില്ല. പുറകിൽ ഫറവോന്റെ സൈന്യം വന്ന് ഏറ്റവും പുറകിൽ നിൽക്കുന്നവന്ന് അറിയാം, മിന്നും നിൽക്കുന്നവന്ന് അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അത്ര വലിയ ഒരു ജനസമൂഹത്തിന് മുമ്പിൽ ഒരു മനുഷ്യൻ നിൽക്കുകയാണ്. ഈ ജനമെല്ലാം കൂടെ പെട്ടെന്ന് ഈ മനുഷ്യനെതിരായി. എന്ന കാര്യം, ഈ 30 ലക്ഷം പേരുടെ ഇടയിൽ ന്യൂസുകൾ പരന്നു. മുൻപ് നിൽക്കുന്നവർ പറഞ്ഞു ഭയങ്കര ചെങ്കടലാണ് മുമ്പിൽ, പാനൊക്കത്തില്ല. ഈ സൈഡിൽ നിൽക്കുന്നവർ പറഞ്ഞു ഭയങ്കര പർവ്വതമാണ്, മുൻപോട്ട് പാനൊക്കത്തില്ല. അവിടെ നിൽക്കുന്നവർ പറഞ്ഞു വലിയ പർവ്വതമാണ്, മുൻപോട്ട് പാനൊക്കത്തില്ല. പുറകെ നിൽക്കുന്നവർ പറഞ്ഞു ഫറവോന്റെ സൈന്യമാണ്. അപ്പം 4 ന്യൂസുകളും കൂടെ 30 ലക്ഷം പേരുടെ ഇടയ്ക്ക് പരന്നു. എല്ലാവരും ഇവിടെ ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സഭയിലൊക്കെ പരക്കുന്ന പോലെ തന്നെ രാത്രി കുത്തിയിരുന്ന് ഫോൺ വിളിച്ച് ഓരോന്ന് പറഞ്ഞ് ജനത്തെ എല്ലാം കൂടെ ഒരു പരുവത്തിലാക്കുന്ന പോലെ ഇവരെല്ലാം കൂടി ഈ 30 ലക്ഷം പേരുടെ അങ്ങേ സൈഡിലൊരു പ്രശ്നം, ഇങ്ങേ സൈഡിലൊരു പ്രശ്നം, പുറകിലൊരു പ്രശ്നം, മിന്നലൊരു പ്രശ്നം. ഇതൊന്നും വാസ്തവത്തിൽ മോശ അറിയുന്നില്ല. മോശ മുൻപിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഹല്ലേലൂയ. ഈ ന്യൂസ് എല്ലാം കൂടെ പരന്നപ്പെടുത്തേന് കൂട്ട നിലവിളി. പ്രൈസ് ദി ലോർഡ്. മിസ്രയീമിൽ ശവക്കോട്ടയില്ലാഞ്ഞിട്ടാണോ ഞങ്ങളെല്ലാം കൂടി ഇവിടെ കൊണ്ടുവന്ന ഭയങ്കര പ്രശ്നം? മോശ ജനത്തെ അമർച്ചയെന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കുക. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ചെയ്യാൻ പോകുന്നത് കണ്ടുകൊള്ളുക. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നീ സാഹചര്യങ്ങളെ നോക്കി ചുമ്മാതെ പിറുപിറുത്ത് ദൈവനാമത്തിന്റെ മഹത്വം കുറച്ചു കളയാതെ ഇന്ന് രാത്രി വിളിച്ചിറക്കിയ ദൈവത്തെ നീ ഒന്ന് വിശ്വസിച്ച്, നിന്നെ വിളിച്ചിറക്കിയെങ്കിൽ ലക്ഷ്യത്തിൽ കൊണ്ട് എത്തിക്കാൻ കഴിവുള്ളവനാ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വിശ്വാസം ഈ രാത്രി വർദ്ധിക്കണം. നിന്നെ വിളിച്ചിറക്കിയത് തമ്പുരാനാ. തമ്പുരാൻ വിളിച്ചിറക്കിയത് ചെങ്കടലിന്റെ കരയ്ക്ക് കൊണ്ട് നശിപ്പിക്കാനല്ല. ഈ റൂട്ടിങ്ങനെ വെറ്റിയതിൻ്റെ പുറകിലത്തെ കാര്യം അറിയണം. മറ്റേ വഴിയെ കൊണ്ടുപോകാതെ ഈ വഴിയെ കൊണ്ടുവന്നത് ഈ ഭൂമിയിൽ, എൻ്റെ ചിന്തയാണ്, ഈ ഭൂമിയിൽ ഈ ഫറവോന്റെ 600 രഥവും ഈ 600 രഥത്തെ കെട്ടിയേക്കുന്ന 600 ഗുണം 12, ഒരു രഥത്തെ 12 കുതിര വെച്ചാണ്. അതും എല്ലാം പെൺകുതിരകളാണ്, ഭയങ്കര സ്പീഡുള്ളതാണ്. അപ്പം ആ കുതിരകളും പിന്നെ ഈ സൈന്യം എല്ലാം കൂടെ ഒന്നിച്ച് മുക്കാൻ പറ്റിയൊരു കയം ഇവിടെ മാത്രമേ ഉള്ളൂ. അങ്ങനെ വേണ്ടുന്നില്ല. ചെങ്കടലിങ്ങനെ പരന്ന് കിടക്കുക, പക്ഷെ ഇത്രയും പേരെ ഒന്നിച്ചടക്കാൻ പറ്റിയൊരു സ്ഥലം ഇവിടെ ഉള്ളൂ. അത് നമ്മക്കറിയില്ല. തമ്പുരാൻ ഇത് സൃഷ്ടിച്ചപ്പോഴേ കണ്ടുവച്ചേക്കുക. ഹല്ലേലൂയ. ഈ വഴിയെ കൊണ്ടുവന്നത് നിന്റെ വഴി അടയ്ക്കാനല്ല. കഴിഞ്ഞ 400 വർഷം നിന്റെ വഴി അടച്ചവനെ അടക്കാൻ വേണ്ടിയുള്ള ദൈവത്തിന്റെ പദ്ധതിയാ. മനസ്സിലാകുന്നവർ കരമടിച്ച് നന്ദിയോടെ ഈ രാത്രി ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ. ഓ, ഏത് പ്രതിസന്ധികളുടെയും പുറകെ ദൈവിക പദ്ധതിയുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്?
അങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രശ്നം. രണ്ട് സൈഡിൽ ഭയങ്കര പർവ്വതം, പുറകിൽ ഭയങ്കര പർവ്വതന്റെ സൈന്യം, മുമ്പിൽ ചെങ്കടൽ. ഇങ്ങനെ ഒരു വിഷയത്തിൽ കൊണ്ടുവന്നതിൻ്റെ പുറകിൽ ദൈവത്തിനുപരിയ ദൈവത്തിനെ അറിയത്തുള്ളൂ. ഈ ശിഷ്യന്മാർ പറഞ്ഞു ഇവർക്കെല്ലാം അപ്പം കൊടുക്കാൻ പറഞ്ഞു. അവർ കിടന്ന് കണ്ണ് തള്ളുക. അവരൊരുത്തും കണക്ക് കൂട്ടി കാൽക്കുലേറ്റർ അടിച്ചുകൊണ്ടിരിക്കുക. ഇത്രയും പേർക്ക് അപ്പം കൊടുക്കണം, 200 പണം വേണം, അത്രയും പണമുണ്ട്, ഏത് തട്ടുകടയിൽ പോയി രാത്രി അപ്പം മേടിക്കാനാ, അത് മരുഭൂമിയാണ്, ഇങ്ങനെയുള്ള പ്രശ്നം എല്ലാണ്ട് ഇവർ നിൽക്കുക. പക്ഷേ അടുത്ത വാക്യം, അവൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് അവൻ അറിഞ്ഞിരുന്നു. ഒരു സ്വതന്ത്രം പറഞ്ഞേ. നമുക്ക് കോവിഡ് വന്നപ്പോഴോ മറ്റേ ഒമൈക്രോൺ വന്നപ്പോഴോ ഒന്നും നമുക്ക് പ്രശ്നം അറിയത്തില്ല. വീണ് കൈയൊടിഞ്ഞപ്പോഴോ കാലൊടിഞ്ഞപ്പോഴോ ട്യൂമർ വന്നപ്പോഴോ ലുക്കേമി വന്നപ്പോഴോ ഒന്നും പ്രശ്നം അറിയത്തില്ലെങ്കിലും ആ പ്രശ്നത്തിന് അപ്പുറത്ത് കർത്താവ് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കർത്താവിന് മാത്രമേ അറിയത്തുള്ളൂ. വിശ്വാസമുള്ളവരുണ്ടെങ്കിൽ ആ കരമൊന്ന് ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ച് ഏത് വിഷയത്തിന്റെ പുറകിലും ഏത് പ്രതിസന്ധിയുടെ പുറകിലും ഹല്ലേലൂയ. അങ്ങനെയാണ് ഞാൻ അടുത്ത ദൂത് പറഞ്ഞതിന് മുമ്പേ കർത്താവെ ഈ ദിവസങ്ങളിൽ വന്ന അപ്രതീക്ഷിതമായ കഷ്ടതകൾക്കായി ഒരു സ്തോത്രം പറയാമോ? പ്രൈസ് ദി ലോർഡ്. പ്രതീക്ഷിക്കാത്ത സമയത്ത് വന്ന ചില പ്രതിസന്ധികൾക്കായി ദൈവത്തെ സ്തുതിക്കാമോ? അതിൻ്റെ എല്ലാം പുറകിൽ ഒരു ദൈവിക പദ്ധതിയുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അങ്ങനെയാണെങ്കിൽ നിന്റെ തകർച്ചയ്ക്കല്ല, നിന്റെ വിടുതലിന് വേണ്ടി ദൈവം ഒരുക്കുന്ന, നിന്നെ നിന്ദിച്ച, നിന്നെ അപമാനിച്ച, നിന്നെ പരിഹസിച്ച, നിനക്ക് നേരെ വിരൽ ചൂണ്ടിയ ആളുകളുടെ മുമ്പിൽ നിന്റെ ദൈവമാണ് യഥാർത്ഥ ദൈവമെന്ന് തെളിയിക്കാൻ ദൈവം ഒരുക്കുന്ന പദ്ധതികളെ ഓർത്ത് ഇന്ന് രാത്രിയിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മോശയുടെ മുമ്പിലെ ഏറ്റവും വലിയ വെല്ലുവിളി ചെങ്കടലായിരുന്നു. മോശയുടെ ബലഹീനമായ കരം നീട്ടിയപ്പോൾ ദൈവത്തിന് മഹത്വമുള്ള കരം മോശയുടെ കൈക്ക് മീതെ വന്നിട്ട് ആ പ്രതിസന്ധിയെ മാറ്റി. അവരങ്ങനെ 40 വർഷം മരുഭൂമി കൂടെ സഞ്ചരിച്ചു. 40ാമത്തെ വർഷം വാഗ്ദത്ത കനാനിൻ്റെ തൊട്ടറമ്പ് ചെന്നിട്ട് ഏറ്റവും ഉയരം കൂടിയ പിസ്കാക്കൂടിയുടെ മുകളിലോട്ട് മോശയെ വിളിച്ചോണ്ട് പോയിട്ട് പറഞ്ഞു, മോശേ തൊണ്ടാ കാണുന്നതാണ് വാഗ്ദത്ത കനാൻ, നീ നോക്കി കണ്ടോളാൻ പറഞ്ഞു. നോക്കി കണ്ടിട്ട് അവിടെ വെച്ച് മോശ മരിച്ചു. മോശയുടെ ശവം ദൈവം അടക്കി. മോശയ്ക്ക് വാഗ്ദത്ത കനാനിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ആ ഭാഗം വിവരിക്കുന്നില്ല. അടുത്ത ആരാണ് ലീഡർ? ഇത്രയും വിദ്യാഭ്യാസവും ഇത്രയും രാജകീയമായ പ്രൗഢിയുമുള്ള ഒരാൾ നയിച്ച ഒരു സഭയെ, ആ സഭയുടെ പേര് മരുഭൂമിയിലെ സഭ. പ്രൈസ് ദി ലോർഡ്. ചർച്ചകൂടും IPC ഒന്നുമല്ല, മരുഭൂമിയിലെ സഭ. പാസ്റ്ററുടെ പേര് മോശ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ റോയൽ ഫെസിലിറ്റി ഉള്ളൊരു ലീഡർ നയിച്ച സഭയിൽ നിന്ന് പെട്ടെന്ന് ആ മനുഷ്യൻ അപ്രത്യക്ഷനാകും. പിസ്കായിലോട്ട് കയറിപ്പോയ പുള്ളി പിന്നെ തിരിച്ചു വന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അടുത്ത ആരെ തിരഞ്ഞെടുക്കണം? ന്യായമായിട്ട് ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരാൾ വേണം. പക്ഷെ തിരഞ്ഞെടുത്ത ആരെയാണെന്നറിയാമോ? യോശുവ സ്കൂളിൽ പോയെന്നൊന്നും എന്നോട് ചോദിക്കില്ല, എനിക്കറിയത്തില്ല. പക്ഷെ 40 വർഷം ആ മനുഷ്യൻ ഈ മോശയുടെ പുറകെ നടക്കുക. പർവ്വതത്തിലോട്ട് കയറിപ്പോയാൽ പുറകെ ഒരു പകുതി സ്ഥലത്തിൻ്റെ അവിടെ ഇരിക്കും. അവിടെ ചെല്ലാനേ അനുവാദമുള്ളൂ. മുകളിൽ 40 ദിവസം വെള്ളം കുടിക്കാതെ ആഹാരം കഴിക്കാതെ മോശ ഇരിക്കുമ്പോൾ പർവ്വതത്തിൻ്റെ ഇടഭാഗത്ത് വെള്ളം കുടിക്കാതെ ആഹാരം കഴിക്കാതെ ഒരു മനുഷ്യൻ ഇരിക്കാൻ ആരാണ്? യോശുവ. പ്രൈസ് ദി ലോർഡ്. തിരിച്ചിറങ്ങി വരുമ്പോൾ ആ സ്ഥലത്ത് വെച്ച് മോശയെ സ്വീകരിച്ചു കൊണ്ടുവരും. അങ്ങനെ നടന്ന യോശുവയെ തിരഞ്ഞെടുക്കാൻ ദൈവം പറഞ്ഞു. ദൈവത്തിൻ്റെ ദാസനായ മോശയുടെ മുമ്പിലെ വെല്ലുവിളി ചെങ്കടലായിരുന്നെങ്കിൽ യോശുവയുടെ മുമ്പിലെ വെല്ലുവിളി യോർദാനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെയാണ് നിയോഗമുള്ള ഏത് ലീഡറിനും എന്തുണ്ട്? ഒരു വെല്ലുവിളിയുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് പകൽ ഞാൻ ഈ ദൂതിലേക്ക് രാത്രി കടന്നുകൊണ്ടിരിക്കുന്നത് ചിലരുടെ മേൽ നിയോഗം വരാൻ പോവാ. ഇന്നലെ വരെ ചെയ്ത ഒരു ശുശ്രൂഷയല്ല. ഇന്നലെ വരെ മോശയുടെ പുറകെ പോകാനും പർവ്വതത്തിനിടയ്ക്ക് ഇരിക്കാനും കൂടെ ഉപവസിക്കാനും ആ പുള്ളിക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനൊക്കെ ഉള്ള പരിപാടി. പക്ഷേ നിൻ്റെ നിയോഗത്തിൻ്റെ ലെവൽ മാറാൻ പോകുകയാണ്. 2022 പുതിയൊരു തലത്തിലേക്ക് എൻ്റെ ദൈവം എന്നെ കരം പിടിച്ചുയർത്തുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ഓ ഹല്ലേലൂയ. അഭിഷേകത്തിൻ്റെ ശുശ്രൂഷയുടെ പുതിയൊരു മണ്ഡലത്തിലേക്ക് ഹല്ലേലൂയ.
ചിലരെ തൊട്ട് ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ ദൂത് എഴുതി വെച്ച് വിശ്വസിക്കണം. 21 ഡിസംബർ മാസം 27 വരെ പോയത് ലെവലല്ല. ഒരു പുതിയ നിയോഗത്തിലേക്ക് ദൈവം നിന്നെ മാറ്റാൻ പോവുക. അതിന് വിദ്യാഭ്യാസം വിഷയമല്ല, നിന്റെ പഠിത്തം വിഷയമല്ല, നിന്റെ കഴിവ് വിഷയമല്ല. ദൈവം നോക്കുന്ന നീ അറിയാത്ത മറ്റ് ചില യോഗ്യതകളുണ്ട്. ആ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ നിന്നെ തെരഞ്ഞെടുത്താൽ ആ തെരഞ്ഞെടുപ്പിന്റെ പുറകിൽ വലിയ ദൈവപ്രവൃത്തിയുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഇങ്ങനെ യോശുവ ലീഡറായി. വാഗ്ദത്ത കനാന് തൊട്ടക്കരയുണ്ട്. വാഗ്ദത്ത കനാനിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഇരുകര കവിഞ്ഞൊഴുകുന്ന യോർദാൻ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. എങ്ങനെ മുൻപോട്ട് കടക്കും എന്ന ഭാരം തൻ്റെ ഉള്ളിലുണ്ടായപ്പോൾ ദൈവം പറഞ്ഞു, ചെങ്കടൽ വിഭജിക്കാൻ കൈ നീട്ടിയാൽ മതി, പക്ഷെ യോർദാൻ വിഭജിക്കണേ കാല് ചവിട്ടണം. പ്രൈസ് ദി ലോർഡ്. ഈ മോശ ചെയ്ത അതേ ശുശ്രൂഷ ചെയ്യാനല്ല നിന്നെ വിളിച്ച്. നിന്റെ ശുശ്രൂഷയിലെല്ലാം മറ്റൊരു വെറൈറ്റി ഉണ്ട്. സ്തോത്രം പറഞ്ഞേ. ഒരാളെ ചെയ്തതിനെ അനുകരിക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്. നിന്റെ ശുശ്രൂഷ തികച്ചും പ്രശ്നം അത് തന്നെയായിരിക്കും. അത് ചെങ്കടൽ, ഇത് ജോർദാൻ. മറ്റേ ചില വലിയ കടൽ, ഇത് ചില ചെറിയ പ്രശ്നമാണ്. പക്ഷെങ്കിൽ രണ്ടും പ്രശ്നമാണ്. പക്ഷേ അതിനെ തരണം ചെയ്യുന്ന രീതി വേറെയാണ്. പ്രൈസ് ദി ലോർഡ്. തമ്പുരാൻ പറഞ്ഞു, നീ പുരോഹിതന്മാരെ ഒരുക്കണം. പുരോഹിതന്മാരെ ഒരുക്കിയിട്ട് ഒരു 3 ദിവസത്തെ ശുദ്ധീകരണം നടക്കണം ജനത്തിൻ്റെ മുഴുവൻ ഇടയിൽ. ഒരു ദൂത് പറഞ്ഞോട്ടെ, ഏത് ഉണർവിൻ്റെയും പുറകിൽ ദൈവപ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ ഒരു ശുദ്ധീകരണം വേണം. സന്തോഷമുണ്ടല്ലേ? സ്തോത്രം പറയാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് സഭകൾക്ക് പറ്റിയ ഏറ്റവും വലിയ പരാജയം ശുദ്ധീകരണം കുറഞ്ഞു, വിശുദ്ധി കുറഞ്ഞു. ശുദ്ധീകരണം കൂടാതെ ആരും, ബാക്കി നിങ്ങൾ പറ. ഇവിടെ കൈയടിച്ചത് കൊണ്ടോ നമ്മുടെ വിജയം വന്ന് പാടിയത് കൊണ്ടോ നല്ല ഓർഗം വെച്ചുകൊണ്ടോ ഒന്നും കാര്യമില്ല. പീസ് ചെറിയാൻ വന്നിട്ടും കാര്യമില്ല. ജനത്തിൻ്റെ ഇടയിൽ ശുദ്ധീകരണം നടന്നെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ അത്ഭുതം നടക്കത്തുള്ളൂ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ആഴമായ ഒരു ശുദ്ധീകരണത്തിനായി നമ്മളെ സമർപ്പിക്കണം. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ കൂട്ടുപ്രവർത്തകരായ പാസ്റ്റർമാർ പറഞ്ഞുകൊണ്ട് വരികയായിരുന്നു, ദൈവത്തിന് എല്ലാവരോടും പറയാനുള്ള ഒറ്റ വിഷയം മാനസാന്തരപ്പെടണമെന്ന്. മാനസാന്തരപ്പെട്ടവരോട് കർത്താവിന് പറയാനുള്ള മാനസാന്തര യോഗ്യമായ ഫലങ്ങൾ. 2 കാര്യം നിർബന്ധം. പ്രൈസ് ദി ലോർഡ്. അപ്പം അതുകൊണ്ട് വേർപെട്ട ദൈവമക്കളുടെ എല്ലാ ഇടയിൽ അകത്തൊരു വലിയ ശുദ്ധീകരണം ഉണ്ടാണ്. നമ്മുടെ ക്ലീൻ ഷേവോ വെള്ളയും ഇടുന്നൊന്നുമല്ല. മനസ്സിനകത്ത്, ഹൃദയത്തിനകത്ത് ഒരു നല്ല ശുദ്ധീകരണം വേണം. ആരോടും പിണക്കില്ലാത്തവരൊരു സ്തോത്രം പറഞ്ഞ്, ലോകത്തിൽ ആരോടും പിണക്കില്ലാത്തൊരു സ്തോത്രം പറഞ്ഞ്. ആദ്യം കേൾക്കാതെ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ഹല്ലേലൂയ. നമുക്ക് ആരോടൊക്കെയോ പറഞ്ഞു തീരാത്ത പ്രശ്നങ്ങളില്ലേ? ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഭാരങ്ങളകത്തില്ലേ? പക്ഷെ ഇവിടെ തുള്ളലിന് കുറവുണ്ടോ? കയ്യടിക്ക് കുറവുണ്ടോ? അന്യഭാഷയ്ക്ക് കുറവുണ്ടോ? പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഇന്ന് രാത്രി വന്ന പോമോ? ഹലോ, ഒന്ന് കൂടിക്കേ, എൻ്റെ കൂടെ ഒന്ന് കൂടിക്കേ. നമ്മളങ്ങനെ പ്രസംഗിച്ച് പോകുന്നതിനേക്കാട്ടും നല്ല ഇടയ്ക്കൊന്ന് ചിന്തിക്കുന്നതല്ല അല്ലേ? ഈ സങ്കീർത്തനത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു സേല ഉണ്ട്. അർത്ഥം അറിയാമോ? സേലയുടെ അർത്ഥം അറിയാമോ? നീ 80 മൈൽ സ്പീഡിൽ വായിച്ചു പോകൽ. ഇവിടെ നിൽക്കാനാ. ഇവിടെ നിന്ന് ഈ വാക്യം ധ്യാനിച്ചിട്ട് മുന്നോട്ട് പോയാൽ മതി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മളിങ്ങനെ പ്രസംഗിച്ച് പോകുന്ന ഇടയ്ക്കൊന്ന് ചിന്തിക്കുന്നത് നല്ലതല്ലേ? പ്രൈസ് ദി ലോർഡ്. അപ്പം ജനത്തോട് അടുത്ത 3 ദിവസം എന്ത് ചെയ്യണം? ശുദ്ധീകരണം പ്രാപിക്കണം. എന്നിട്ട് പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരും ജനവും തമ്മിൽ ഒരു ഡിസ്റ്റൻസ് പാലിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ പെട്ടകത്തിനകത്ത് പ്രധാനപ്പെട്ട 3 വസ്തുക്കൾ. ഒന്ന്,
ഭാരമുള്ള 2 കൽപ്പലക, 10 കൽപ്പന എഴുതിയിരിക്കുന്ന 2 കൽപ്പലക. മന്ന, ഒരു പറ മന്നയിട്ട് വെച്ച, ഒരിടങ്ങരി മന്നയിട്ട് വെച്ച ഒരു പൊൻപാത്രം. അഗരോന്റെ തളർത്ത് പൂത്ത് കായ്ച്ച ബദാംബലം ഉണ്ടായൊരു വടി. 2.5 മുഴം നീളം, 2.5 മുഴം വീതി, 2.5 മുഴം ഉയരമുള്ള കതിരമരം കൊണ്ട് പണിത ഒരു പെട്ടകം. ആ പെട്ടകത്തെ മുഴുവൻ പൊന്നു പൊതിഞ്ഞിരിക്കുകയാണ്. അതിന് 2 സൈഡിൽ കൂടെ തണ്ട് ചെലുത്തിയേക്കുക. ആ തണ്ട് ചെലുത്തിയത് വേണം ഇവരുടെ തോളത്ത് വെക്കാൻ. എന്നിട്ട് ഈ പെട്ടകത്തിൻ്റെ മണ്ടയ്ക്ക് തകസുനൂല് കൊണ്ട് പൊതിഞ്ഞിരിക്കുക. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. ഇത്രയും ഭാരം ഈ പെട്ടകത്തിനുണ്ട്. 4 പേരുടെ തോളത്തിരിക്കുക. ഈ 4 പേരെ പെട്ടകം ചുമന്നുകൊണ്ട് വെള്ളത്തിൻ്റെ വക്കത്ത് ചവിട്ടുമ്പോൾ വെള്ളത്തിൻ്റെ മേലൊഴുക്ക് നിൽക്കും. കീഴെ വെള്ളം വാർന്നു പോകും. ഉണങ്ങിയ നിലം വെളിവാകും. പ്രൈസ് ദി ലോർഡ്. ആ നിലത്തുകൂടെ നടന്ന് പുരോഹിതന്മാര് നദിയുടെ നടുക്ക് ചെല്ലണം. പ്രശ്നത്തിൻ്റെ ഒത്ത നടുക്ക് ചെല്ലണം. പെട്ടകം ചുമക്കുന്നവൻ്റെ ഡ്യൂട്ടി കരയ്ക്ക് നിന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചോളാം, നീ പൊക്കോളാൻ പറയുന്ന പണിയല്ല. സ്വതന്ത്രം പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ആ മെഡിക്കൽ കോളേജ് RCCയിലോട്ട് പോകല്ലേ, പൊക്കോ, ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞ് വീട്ടിൽ ഇരുന്നുകൊണ്ട് TV കാണുന്നതല്ല പുരോഹിതന്റെ പണി. ജനം പുറകെ വരും മുമ്പേ, പ്രശ്നമുള്ളവൻ പുറകെ വരും മുമ്പേ ആ പ്രശ്നമുള്ളവന് വേണ്ടി പ്രതിസന്ധിയുടെ നടുവിൽ ഇറങ്ങി നിൽക്കുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ ദൈവത്തിൻ്റെ തേജസ്സും മഹത്വവുമുള്ള പെട്ടകം ചുമക്കുന്ന പുരോഹിതന്റെ ഉള്ളങ്കാല് ചവിട്ടിയപ്പോൾ ആ ശക്തമായ ഇരുകര കവിഞ്ഞൊഴുകുന്ന ഒഴുക്ക് നിന്നു. താഴത്തെ വെള്ളം മാർന്നുപോയി. നടുക്ക് നിൽക്കുകയാണ്. എപ്പം വരെ നിൽക്കണം? ഈ ജനം മുഴുവൻ അക്കരെ കടക്കുന്നിടം വരെ നിൽക്കണം. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. പോകുന്നവർക്ക് നമ്മുടെ ഈ സൈഡിലൊക്കെ കാണുന്ന ചിന്തിക്കട, ബെല്ലൂണൊക്കെ വിൽക്കുന്ന കടയിൽ നിന്ന് മേടിച്ച, ആ തട്ടുകടയിൽ നിന്ന് മേടിച്ച ചൂട് ദോശയോ അല്ലെങ്കിൽ 2 കപ്പലണ്ടിയോ ഒരു പെപ്സിയോ ഒക്കെ മേടിച്ച് കുടിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് അവന്മാർ കുറച്ച് നേരമായി ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കമൻ്റ് അടിച്ച് പോകാം. ഈ പുള്ളിക്ക് കമൻ്റ് അടിക്കാനും ഒക്കത്തില്ല, കപ്പലണ്ടി തിന്നാനും ഒക്കത്തില്ല, പെപ്സി കുടിക്കാനും ഒതിൽ ഒറ്റ നിപ്പ. കാരണം തോളത്ത് ജനത്തിൻ്റെ മുഴുവൻ വഴിവെട്ടാനുള്ള ഭാരം ഇരിക്കുക. ഹലോ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. മനസ്സിലാകുന്നുണ്ടോ? കമൻ്റ് അടിച്ചു പോകുന്നവർക്ക് എന്തും പറയാം പാസ്റ്ററേ. പക്ഷെ ഈ പുരോഹിതന് ചലിക്കാനൊക്കത്തില്ല. കാരണം തോളത്ത് ഭയങ്കര ഭാരമിരിക്കുക. ഈ തോള് പൊട്ടിക്കഴിക്കുന്നുണ്ട്, പക്ഷെ ഒന്ന് കൈമാറാനൊക്കത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ വഴി വെളിപ്പെടുന്നതിനും നീ ആ വഴിയെ വാഗ്ദത്തത്തിലേക്ക് നടന്ന് കയറുന്നതിനും നീ അറിയാതെ ഭാരം തോളത്ത് വഹിക്കുന്ന ചിലരുണ്ടെന്ന് ഇന്ന് പകൽ നീ അറിഞ്ഞു വേണം ദൈവത്തെ സ്തുതിക്കാനായിട്ട്. ഔദാര്യത്തിലുള്ള സ്തോത്രമല്ല, നിനക്ക് വേണ്ടി ചുമലിൽ ഭാരം വെച്ചുകൊണ്ട് നിൽക്കുന്ന നടന്നു പോകുന്നവർക്ക് പല അഭിപ്രായം പറയാം, പല കമൻറ്റും അടിക്കാം. പക്ഷെ ഇവനെ അറിയത്തുള്ള ആ ഭാരം. ആ നിൽക്കുന്നിടത്ത് നിന്ന് 12 കല്ലെടുത്ത് നിൽക്കുന്നിടത്ത് നാട്ടണം. വീണ്ടും 12 കല്ലെടുത്ത് കരയ്ക്ക് കൊണ്ട് താമസിക്കുന്നിടത്ത് വെക്കണം. അത് കഴിഞ്ഞിട്ട് 8 മൈലുകൾ നടന്ന് ഗിൽഗാലി കൊണ്ടുപോയി ആ 12 കല്ല് നാട്ടണം. ഇപ്പൊ 2 കല്ലുകൂനയുണ്ട്. ഒന്ന് യോർദാന്റെ നടുക്ക്, പുരോഹിതന്മാരെ നിന്നിടത്ത് 12 കല്ല്. അവിടുന്ന് എടുത്ത 12 കല്ല് കരയ്ക്ക് കൊണ്ട് വെച്ചിട്ട് ഗിൽഗാലി കൊണ്ട് ആ 12 കല്ല് നാട്ടണം. അപ്പൊ 12 12 24. പ്രൈസ് ദി ലോർഡ്. ഇവര് പെട്ടകവുമായി കരയ്ക്ക് കയറിയ ഉടനെ യോർദാൻ വീണ്ടും പഴയ സ്ഥിതിയിലാകും. പക്ഷെ ആ പഴയ സ്ഥിതിയിലാകുന്നതിൻ്റെ നടുക്കൊരു 12 കല്ല് ഇങ്ങനെ കളന്നു നിൽക്കും. സ്തോത്രം. ഗിൽഗാലിൽ ഒരു 12 കല്ല് നിൽക്കും. ഈ യോശുവയുടെ പുസ്തകത്തിൽ 3 കൽക്കൂനയുണ്ട്. ഒന്ന് ഈ യോർദാനിൽ നിന്ന് എടുത്ത 12 12 24 കല്ലുകളുടെ കൂന. 2 എരിഹോവിൽ നിന്ന് ശബദാർപ്പിതമെടുത്ത ആഹാന്റെ മണ്ടയ്ക്ക് വന്ന കൽക്കൂന.
3 ഹായി പട്ടണത്തിലെ രാജാവിനെ കൊന്നിട്ട് അവൻ്റെ മണ്ടയ്ക്ക് കൂട്ടിയ കൽക്കൂന. അങ്ങനെ 3 കൽക്കൂന യോശുവയുടെ പുസ്തകത്തിലുണ്ട്. 3 അത്ഭുതങ്ങളും യോശുവയുടെ പുസ്തകത്തിലുണ്ട്. ഒന്നാമത്തെ അത്ഭുതം യോർദാൻ 2 രണ്ടാമത്തെ അത്ഭുതം എരികോ കോട്ട ഭൂമിക്കടിയിലേക്ക് താണുപോയി. 3-ാമത്തെ അത്ഭുതം സൂര്യനും ചന്ദ്രനും ഗിൽബോനിലും താഴ്വരയിലും നിന്നു. അങ്ങനെ 3 അത്ഭുതങ്ങൾ എവിടെയുണ്ട്? യോശുവയുടെ പുസ്തകത്തിലുണ്ട്. അയ്യാലോൻ താഴ്വരയിലും ഗിബയോനിലും നിന്ന സൂര്യചന്ദ്രന്മാരും യോർദാൻ വിഭജിക്കപ്പെട്ടതും എരികോ കോട്ട ഇടിഞ്ഞതുമായ 3 അത്ഭുതങ്ങളും 3 കൽക്കൂനയുണ്ട്. അതെല്ലാം വിവരിക്കാൻ ഞാൻ സമയമെടുക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അതൊരു കൽക്കൂനെക്കുറിച്ചാണ് നമ്മൾ വായിച്ചത്. അത് പറയാൻ വേണ്ടി ഇത്രയും കാര്യം പറഞ്ഞു വന്നത്. പ്രൈസ് ദി ലോർഡ്. കൽക്കൂന എന്നാന്നൊരു കാര്യം പിടികിട്ടാതെ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ഈ കല്ലെന്തിനാണ് നാട്ടിയതെന്ന് ദൈവം പറയാണ്. മോശേ, അടുത്ത തലമുറ എന്ന് പറഞ്ഞാൽ ഈ നടന്ന് കയറിയപ്പം വയറ്റിൽ കിടന്ന പിള്ളേരുണ്ട്, നടന്ന് കയറിയപ്പോൾ തോളത്ത് കിടന്ന പിള്ളേരുണ്ട്, വയറ്റിൽ കിടന്നപ്പോൾ കയ്യെ പിടിച്ചുകൊണ്ട് പോയ പിള്ളേരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ പിള്ളേർക്ക് യോർദാൻ കിടന്നതിനെ കുറിച്ചൊന്നും അറിയത്തില്ല, വയറ്റിൽ കിടന്ന കൊച്ചിനും തോളത്ത് കിടന്ന കൊച്ചിനും അറിയത്തില്ല. പക്ഷേ ഈ പിള്ളേർ നാളെ പ്രായമാവും. പ്രൈസ് ദി ലോർഡ്. പ്രായമാകുമ്പോൾ പിള്ളേർ ചോദിക്കുക, അപ്പച്ചാ ഈ നിൽക്കുന്ന കൽക്കൂന എന്നാ എന്ന് ചോദിച്ച ആ പിള്ളേരോട് പറയണം, മക്കളെ, ഞങ്ങൾ വാഗ്ദത്ത കനാലിലേക്ക് വരുമ്പോൾ അവിടെ പാലമില്ലായിരുന്നു, നീന്തി തുഴഞ്ഞു കയറാൻ വള്ളമില്ലായിരുന്നു, ബോട്ടോ കപ്പലോ ഇല്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അന്ന് ഞങ്ങൾക്ക് പോകാൻ മറ്റു മാർഗമൊന്നുമില്ലാതിരിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാല് ചവിട്ടിയത് കൊണ്ട് പ്രതിസന്ധികളുടെ നടുവിൽ തുറന്നൊരു വഴിയുണ്ട്. ആ വഴിയാണ് ഞങ്ങൾ വാഗ്ദത്തത്തിലേക്ക് നടന്നു കയറിയതെന്ന് നിന്റെ തലമുറയോട് പറയാൻ നീ ഈ കല്ലവിടെ നിന്ന് മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് രാത്രി എൻ്റെ ദൂത് അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ നിന്റെ പക്കലൊരു സാക്ഷ്യമുണ്ടോ? ഹലോ, ഞാൻ ആവർത്തിച്ച ചോദ്യം ചോദിക്കുന്നു. അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ നിന്റെ പക്കൽ ഒരു സാക്ഷ്യമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നടത്തിയ വഴികൾ നീ പിള്ളേരോട് പറയാറുണ്ടോ? അവനിന്ന് ബിടെക് ആയിരിക്കും, എംടെക് ആയിരിക്കും, അവൻ MBBS ആയിരിക്കും, MD ആയിരിക്കും, അവൻ BDS ആയിരിക്കും, MDS ആയിരിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അവൻ കഴിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ വീട്ടിലേക്ക് അപ്പം മുറിക്കുന്നത് അവന് ഇഷ്ടമല്ല. അവന് പിസ്സാക്കട്ട് വേണം, ചിക്കിങ്ങി വേണം, KFC വേണം, അതൊക്കെ ആയിരിക്കും അവൻ കഴിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവന് വൈകിട്ട് നഗറ്റ്സൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് പൊരിച്ചുകൂടി തലയ്ക്ക് തിന്നത്തുള്ളായിരിക്കും. അപ്പോൾ പറഞ്ഞ മോനെ, ഞങ്ങൾ ആ ചെണ്ടമുറിയും കപ്പ തിന്ന കാര്യം ചമ്മന്തി മുക്കി, മീനൊന്നും ഇല്ല. സ്തോത്രം. അന്ന് കിടന്ന കുറിച്ചി മീൻ, അത് ഈ ചീനിച്ചട്ടിൽ അടിയിലിട്ട് വറുത്ത കാര്യം. ഹലോ, ചീനിച്ചട്ടിയിൽ ഇട്ട് വറുത്തതല്ല, ചീനിച്ചട്ടിയുടെ അടിയിലിട്ട് വറുത്തിട്ടുണ്ടോ? പിന്നെ മോഹം കണ്ട അറിയത്തില്ലേ? പ്രൈസ് ദി ലോർഡ്. നീ തലമുറയോട് പറയണം. പ്രൈസ് ദി ലോർഡ്. അക്കരെ കടക്കാൻ യാതൊരു മാർഗവുമില്ലാതിരുന്നപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് വഴി തുറന്നൊരു ദൈവം ഞങ്ങൾക്കുണ്ടെന്ന് ഈ രാത്രി വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കാര്യം ഒന്ന് ചേർത്തടിച്ച് ഒരു നിമിഷം ദൈവത്തെ ഒന്ന് സ്തുതിച്ച്, നിനക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പിള്ളേരോട് പറയാറുണ്ടോ? ഞങ്ങൾക്ക് ഇന്നലെ ഒരു കയറി താമസം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ എൻ്റെ കൂടെ വന്ന പാസ്റ്റർമാരെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ വെച്ച് പറഞ്ഞ് ഈ സീസണൊക്കെ ആകുമ്പോൾ ഇങ്ങനെ വെള്ളം അങ്ങോട്ട് പറ്റുന്ന, മഴ നിന്ന് വെള്ളം പറ്റുന്ന സമയമാകുമ്പോൾ ഈ ഓല ഇങ്ങനെ 10-20 ഒന്നിച്ച് കെട്ടിയിട്ട് തോട്ടിക്കൊണ്ടിട്ട് വെച്ച് മണ്ടയ്ക്ക് കല്ല് വെച്ച് വെക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതറിയാവുന്ന എത്ര പേരുണ്ട് ഇവിടെ? നിങ്ങൾക്കൊക്കെ അറിയാം. ആ വെള്ളം പിന്നെ കുളിക്കാനൊക്കെ ഉള്ളത് ഒരു ഓലപ്പുള്ളിയുടെ ഒരു ഇതുണ്ട്. ആ കരയ്ക്ക് തന്നെ ഇട്ടതെല്ലാം കൂടെ മെടഞ്ഞ് അത് ചുമ്മിക്കൊണ്ട് വീട്ടിൽ വന്നിട്ട് പിന്നെ പെര കെട്ടുന്ന ദിവസം നമുക്ക് നല്ലൊരു ഫുഡ് കിട്ടും. അപ്പോൾ പെരകെട്ട് വരണേന്ന് കുറിച്ചിരിക്കുന്നവരുണ്ട്. കാരണം അന്നൊരു നല്ല ആഹാരം കഴിക്കാം. പ്രൈസ് ദി ലോർഡ്. അന്ന് കെട്ടാൻ വേണ്ടിയുള്ള ഓല, കെട്ടുന്ന ഓല കൊണ്ട് നടക്കുന്ന ഒരു ടീം, പിന്നെ മണ്ടയ്ക്ക് കുത്തിക്കയറ്റാനുള്ള
ശൂലം പോലുള്ള പാര കൊണ്ടാണ്. ഇപ്പോൾ എല്ലാവരുടെ കയ്യിലുണ്ട്. അന്ന് പെരകെട്ടാൻ മാത്രമേ അത് ഉപയോഗിക്കത്തുള്ളായിരുന്നു. മനസ്സിലോ? അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ തൊണ്ട് കരിച്ച് ഇച്ചിരി ചാണകം കൂടെ കൊണ്ടുവന്ന് ഈ തൊണ്ടെല്ലാം ചതച്ച് പൊടിച്ച്, കരിച്ച തൊണ്ട് കരിച്ച് പൊടിച്ച് ചാണകം കൂടെ കൂട്ടി മെഴുകി തറയെല്ലാം ഇട്ട് അതിനകത്തിരുന്നുകൊണ്ട് ആ ഉള്ള സ്ഥലത്ത് ആരാധിക്കുന്ന ആരാധനയൊക്കെ. ഇപ്പം തട്ടിട്ട വീട്ടിലൊക്കെ നീ പാർക്കുമ്പോൾ തലമുറയോട് പറയണം. അന്തരീക്ഷം എല്ലാം പോയല്ലോ. നിങ്ങളുടെ എല്ലാം ഇരിപ്പ് കണ്ടാൽ നിങ്ങളെല്ലാം നേരത്തെ മുണ്ടോട്ടൊക്കെ കുടുംബത്തിൽ ജനിച്ചവരാന്ന് തോന്നും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒന്നും മറക്കല്ലേ, കർത്താവിൻ്റെ ദാസനായ യോശുവോട് പറയുകയാണ്, യോശുവേ, നിന്റെ തലമുറ വരുംകാലത്ത് ചോദിക്കും, ഈ നദിയുടെ നടുക്ക് 12 കല്ല് നിൽക്കുന്നു, കരയ്ക്ക് 12 കല്ല് നിൽക്കുന്നു, എന്താണെന്ന് ചോദിച്ചാൽ നീ തലമുറയോട് പറയണം. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും തുറക്കാൻ സാധ്യതയില്ലാതിരുന്ന മണ്ഡലത്തിൽ, പ്രൈസ് ദി ലോർഡ്, ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് വഴി തുറന്നൊരു ദൈവം ഞങ്ങൾക്കുണ്ട്. ഈ രാത്രി വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ മൗനമായിരിക്കാതെ അവർ കരമടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിച്ച മഹാ ദൈവം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഈ യോശുവയോട് പറയുകയാണ്, നീ അത് ചെയ്യണം. ഇതെത്ര വർഷം കഴിഞ്ഞാലും ആ കല്ല് അവിടെ തന്നെ നിൽക്കും കേട്ടോ. സാക്ഷ്യത്തിൻ്റെ കല്ല്. ഈ ഗിൽഗാലിൽ കൊണ്ടുപോയി കല്ല് നാട്ടിയിട്ട് ഈ മനുഷ്യനൊരു യോഗം വെച്ചു. ഇതുപോലെ 7 ദിവസമായിരുന്നെന്ന് എനിക്കറിയത്തില്ല. എന്തുവായാലും ഒരു യോഗം ആര് വെച്ചു? യോശുവ വെച്ചു. യോഗം നടന്ന സ്ഥലത്തിൻ്റെ പേര് ഗിൽഗാൽ. ഗിൽഗാലിലെ യോഗത്തിൽ മുഴുവൻ ജനത്തെ വിളിച്ചു കൂട്ടി. അവരുടെ മുന്നേ വെച്ചാണ് ഈ 12 കല്ലെന്ത് ചെയ്തേ? നാട്ടിയിട്ട് യോശുവ പറഞ്ഞു, നമ്മുടെ ദൈവം ഉരുട്ടിക്കളഞ്ഞു എന്ന് പറഞ്ഞ ആ സ്ഥലത്തിന് അവൻ ഗിൽഗാൽ എന്ന് പേരിട്ടു. ഒരു സ്തോത്രം പറയണേ. ഹല്ലേലൂയ. നോക്കിയേ, ഇവിടുന്ന് കഷ്ടപ്പെട്ട് ചുമന്ന് 8 മൈൽ കൊണ്ടുപോയി ആ കല്ല് നാട്ടിയിട്ട് പറയുകയാണ്, നമ്മുടെ ദൈവം ഉരുട്ടിക്കളഞ്ഞു. ഇന്ന് രാത്രി ഈ പ്രാർത്ഥനയുടെ 2ാമത്തെ രാത്രി നിങ്ങൾക്ക് കൈമാറാനുള്ള ദൈവാത്മാവിന്റെ സന്ദേശം ചിലതൊക്കെ ഉരുട്ടിക്കളയാൻ പോകുകയാണ്. നിന്നെ നാളുകളായി ഭാരപ്പെടുത്തുന്ന ചില പ്രതിസന്ധികളെ, ചില മാരകമായ രോഗത്തിന്റെ മണ്ഡലങ്ങളെ ഉടപരമനപരവശ് മക്കളെ, 5:9 ഒന്ന് വായിച്ച്. 5:9. യഹോവ യോശുവയോട്, ഇന്ന് ഞാൻ മിസ്രൈമിന്റെ നിങ്ങളിൽ നിന്ന് ഉരുട്ടി കളഞ്ഞിരിക്കുന്നുവെന്ന് അരുളി ചെയ്തു. അതുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്നുവരെ ഗിൽഗാൽ ഉരുൾ എന്ന് പേർ പറയുന്നു. സ്തോത്രം. ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഇന്ന് രാത്രി ഈ 21 അവസാനിക്കാൻ പോവുക. ഇനി നമ്മുടെ മുമ്പിൽ 4 ദിവസം കൂടെ ഉള്ളു. എത്ര പേരെ ഉള്ളിലൊരു ധൈര്യത്തോടെ പറയും, ഞാൻ ഈ ദൂത് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ കുടുംബത്തിൻ്റെ മേൽ വീണ ചില നിന്ദകൾ, എൻ്റെ തലമുറയുടെ മേൽ വീണ ചില നിന്ദകൾ, എൻ്റെ ശുശ്രൂഷയുടെ മേൽ വീണ ചില നിന്ദകൾ, പ്രൈസ് ദി ലോർഡ്, ഇന്ന് രാത്രി എൻ്റെ ദൈവം ഉരുട്ടിക്കളയും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ മാത്രം. ഓ ഹല്ലേലൂയ. പ്രിയ സഹോദര സഹോദരി, ദൈവദാസ, ഇതിനു മുമ്പ് വഴി അടഞ്ഞിരിക്കുകയാണോ? ഡിസംബർ 26 ആയിട്ടും ആ വഴി തുറക്കുന്നില്ലേ? നിന്റെ കാതിൽ കേൾക്കുന്നതെല്ലാം നെഗറ്റീവായ വാർത്തകൾ തന്നെയാണോ? നിന്റെ പ്രതീക്ഷകൾക്ക് മങ്ങൽ വന്നു തുടങ്ങിയിട്ടുണ്ടോ? നിന്റെ പ്രത്യാശ മങ്ങി തുടങ്ങിയിട്ടുണ്ടോ? നിരാശ എന്ന പിശാചിന്റെ ആയുധം നിന്നെ ഭരിക്കുന്നുണ്ടോ?
പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നീ നിന്നോട് തന്നെ പറയണം. നീ എത്രയോ പേരെ ബലപ്പെടുത്താൻ ദൂതൊക്കെ പറഞ്ഞ്, പക്ഷെ നീ ഇന്നലത്തെ നിന്നോട് പറയണം. നാട്ടുകാരെ ബലപ്പെടുന്നതിനൊക്കെ മുമ്പേ നിന്നോട് പറയണം, ഇന്ന് രാത്രി നാളുകളായി നീങ്ങിപ്പോകാത്ത, ആർക്കും ഉരുട്ടി മാറ്റാൻ കഴിയാത്ത ആ വെല്ലുവിളിയെ ഈ ദൂത് കേട്ടോണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ അദൃശ്യമായ കരം എനിക്ക് വേണ്ടി ഇറങ്ങി വെളിപ്പെട്ടിട്ട് ആ പ്രതിസന്ധിയെ ഉരുട്ടി മാറ്റാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ മാത്രമേ ദൈവത്തെ ആരാധിക്കാവുള്ളൂ. ഓ റബലബ ശാന്തരാധരാജ. നമ്മളെപ്പോലെ പ്രത്യാശയുള്ള വിശ്വാസ വീരന്മാർ ലോകത്തിൽ വേറെ ഇല്ലായിരുന്നു. നമുക്ക് ദൈവം തന്ന രണ്ട് ഗുണം വിശ്വാസവും പ്രത്യാശയായിരുന്നു. ഇന്ന് രണ്ടിനും നമുക്ക് മങ്ങലേറ്റു. നമ്മളിൽ പലർക്കും ദൈവത്തെ ആഴമായി വിശ്വസിക്കാൻ കഴിയുന്നില്ല. പൗലോസ് പറഞ്ഞു, ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു. അടുത്ത വാക്കാ നമ്മൾ പ്രസംഗിക്കണ്ടേ, മേലാലും. ഇന്നലെ വിടുവിച്ചു, പക്ഷെ പൗലോസിന്റെ അടുത്ത വാക്ക്, ഇന്നലെ വിടുവിച്ചതിനേക്കാൾ ഇനിയും ഇതിനെക്കാട്ടി വലിയ മരണത്തിന്റെ പ്രശ്നം വന്നാൽ മേലാലും എന്നെ വിടുവിക്കുന്ന ഒരു ദൈവം എൻ്റെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇളകി മറിയുന്ന തിരമാലകൾ, ആടി ഉലയുന്ന പടകിൽ സകല ലഗേജും എടുത്ത് കടലിൽ കളയുമ്പോഴും മുട്ടുമടക്കിയ ഭക്തന് പറയാനൊരു സന്ദേശമുണ്ട്, നിങ്ങളുടെ ആരുടെയും പ്രാണന് ഹാനി വരത്തില്ല. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുക. എത്ര പേർക്ക് നിരത്തി ധൈര്യത്തോടെ കൈമാറാൻ കഴിയും ഈ ദൂത്? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആരാധന കഴിഞ്ഞ് വീട്ടിൽ വന്നിരിക്കുമ്പോൾ വളരെ ക്ഷീണിതനാണ്. കാരണം എനിക്ക് ചുമയുടെ ശക്തമായ ഒരു പ്രയാസമുണ്ട്. ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചുകൊണ്ടാണ് വന്നത്. ഇവിടെ വന്നിട്ട് ഇതുവരെയും കൃപയാൽ ചുമയ്ക്കാതെ പ്രസംഗിക്കാൻ കർത്താവ് സഹായിച്ചു. ഒരു ഹല്ലേലൂയ പറഞ്ഞു. നിങ്ങളുടെ പ്രാർത്ഥനയാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നിരിക്കുമ്പോൾ, ഞാൻ CSI സഭയിലായിരുന്നപ്പോൾ ഞങ്ങളുടെ കൊയറിൽ ഞങ്ങളുടെ കൂടെ പെൺകുട്ടികളുടെ ഭാഗത്ത് നന്നായി പാടുന്ന ഒരു കൊച്ചുമോളുണ്ടായിരുന്നു. ഇപ്പോഴും അവർ CSIയിലാണ്. ആ കൊച്ചുമോൾ എന്നെ ആരാധനാ സമയത്ത് വിളിച്ചിട്ടുണ്ട്, 1-2 മിസ് കോൾ. പക്ഷേ ഞാൻ എടുത്തില്ല. അവിടെ പേരൊന്നും ഞാൻ ഇതിനകത്ത് അടിച്ചിട്ടില്ലാത്തതുകൊണ്ട് ആരുടെ ഞാൻ തിരിച്ചു വിളിക്കാനും പോയി. ഞാൻ വീട്ടിൽ വന്നിരിക്കുമ്പോൾ വീണ്ടും എന്നെ 2:30 വിളിച്ചു. എന്നെ ബെച്ചുചെറിയ വിളിക്കുന്ന രായിച്ച എന്നൊരു പേര്. അപ്പോൾ ആ പേരാണ് അവൾ വിളിക്കുന്നത്. കൊച്ചുമോൾ വിളിച്ച് പറഞ്ഞു, രായിച്ച, ഞാൻ ഇരുമാടലെ കൊച്ചുമോളാണ് വിളിക്കുന്നത്. പെട്ടെന്ന് എനിക്കൊന്ന് ആരാന്നും 1 മിനിറ്റ് എനിക്കൊരു സംശയമുണ്ട്. പിന്നെ പെട്ടെന്ന് എനിക്ക് മനസ്സിലായി, എൻ്റെ 2 പെൺമക്കളാണ്. മൂത്ത മകൾ BA കഴിഞ്ഞു, MA കഴിഞ്ഞു. ഇപ്പോൾ അവൾ ഒരു ജോലിയിലേക്ക് പ്രവേശിച്ചായിരുന്നു. പെട്ടെന്ന് അവിടെ വയറ്റിൽ ക്യാൻസർ വന്നിട്ട് അവൾ RCCയിലാണ്. 5 ഹീമോ ഇന്നുകൊണ്ട് കഴിഞ്ഞു. ഇനി 20 ഹീമോ ഉണ്ട്. രായിച്ചാൻ ഒന്ന് പ്രാർത്ഥിക്കുമോ? ഇത് പറയുന്നത് ഈ ശൈലിയിലല്ല, പൊട്ടിക്കരഞ്ഞുകൊണ്ട് അലറി നിലവിളിച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ തൊട്ടപ്പുറത്തെ കട്ടിലിൽ ഈ പെൺകുട്ടി, 25 വയസ്സുള്ള ഈ പെൺകുട്ടിയുടെ കരച്ചിൽ എനിക്ക് കേൾക്കാം. ഞാൻ ക്ഷീണിതനായിരുന്നെങ്കിലും പെട്ടെന്ന് ഞാൻ ദൈവകൃപ ഏറ്റെടുത്ത് ബലപ്പെട്ട് ഞാൻ പറഞ്ഞു, കൊച്ചുമോളെ ഭാരപ്പെടാതെ, ഒരമ്മയുടെ ദുഃഖം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ മോക്ക് സംസാരിക്കാമെങ്കിൽ ആ ഫോൺ നീ മോടയിൽ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അവളെ ഈ മോട കയ്യിലെ ഫോൺ കൊടുത്തു. നിങ്ങൾ ആ മോക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ മോക്ക് ഇങ്ങോട്ട് സംസാരിക്കാൻ വയ്യ, അത്ര വേദനയാണ്. 11:30 അതിവേദന വന്നപ്പോഴാണ് എന്നെ വിളിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ 84 ആ കൊയറൊക്കെ വിട്ട്, ആ സഭയൊക്കെ വിട്ട് പെന്തിക്കോസ്തി വന്ന കാലം മുതൽ ആ പഴയ ബന്ധങ്ങളും സ്നേഹമൊക്കെ ഉണ്ടെങ്കിലും ഞാൻ വേർപെട്ട ദൈവകൃപയിലേക്ക് വന്ന് അവരൊക്കെ ഇപ്പോഴും ആ സമുദായിക പശ്ചാത്തലത്തിൽ നിൽക്കുക. പക്ഷേ ഈ കുട്ടിയുടെ മാതാവിൻ്റെ നിലവിളിയുടെ മുമ്പിൽ ഞാൻ ഉള്ളുരുകി പ്രാർത്ഥിച്ചു. ഞാൻ കുറേ സമയം പ്രാർത്ഥിച്ചു. സാധാരണയൊക്കെയാണ് ഞാനൊരു 3-4 വാക്കി പ്രാർത്ഥിച്ച് അങ്ങ് പ്രാർത്ഥന നിർത്തും.
പക്ഷെ ഇത് കുറേ സമയം ആ കുഞ്ഞിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു, കുറേ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവളെ ബലപ്പെടുത്തി. ഞാൻ പറഞ്ഞു, കുഞ്ഞെ, കർത്താവിന് നിന്നെ ആവശ്യമുണ്ട്. നീ കർത്താവിൻ്റെ കയ്യിലൊരു മാനപാത്രമായി തീരാൻ കൊതിക്കുന്നെങ്കിൽ നിന്റെ ഉദരത്തിലെ ആ ക്യാൻസറായി നിൽക്കുമ്പോൾ തന്നെ, ഇനി 20 കീമോയുടെ ചെയ്യാൻ RCC എന്ന് പറഞ്ഞിരിക്കുമ്പോൾ തന്നെ, ആ രോഗമുള്ള നിന്റെ ശരീരത്തെ യേശുവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ നീ തയ്യാറായാൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഓ റബലബലബശ്. മറുപടി ആ മോള് പറഞ്ഞില്ല, കൊച്ചുമോള് പറഞ്ഞു, തീർച്ചയായിട്ടും രായിച്ച ഞങ്ങൾ എന്തു പറഞ്ഞാലും അനുസരിക്കാൻ തയ്യാറാണ്. ആ വാക്കെന്നെ ചിന്തിപ്പിച്ചു. ഒരിക്കലും പറയാത്ത വാക്കുകൾ. ക്യാൻസറിൻ്റെ അതിവേദന ഉദരത്തിൽ അനുഭവിക്കുന്ന മകളുടെ വേദന കണ്ട തള്ള പറഞ്ഞു, എന്തു പറഞ്ഞാലും ഞങ്ങൾ അനുസരിക്കാൻ. ഹലോ, ദൈവം അതായിരിക്കും ആഗ്രഹിച്ചേ. ഇതിനു മുമ്പ് പല സിംറ്റങ്ങൾ കാണിച്ചു കാണും. അന്നൊക്കെ നീ ദൈവത്തെ ത്യജിച്ച് സ്വന്തം കഴിവിൽ പിടിച്ചു നിൽക്കാമെന്ന് വിചാരിച്ച് കാണും. പക്ഷേ ഇപ്പം നീ വന്നേക്കുന്നത് ദൈവം എന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കാവുന്ന ഒരു ലെവലിലേക്ക് നിന്നെ കൊണ്ടുവന്നെങ്കിൽ അതിൻ്റെ പുറകിൽ ദൈവത്തിന് വലിയ പ്ലാനുണ്ട്. എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറുണ്ട്? കർത്താവിന് മാറ്റാൻ കഴിയാത്ത ക്യാൻസർ ഇല്ല, കർത്താവിന് മാറ്റാൻ കഴിയാത്ത ട്യൂമർ ഇല്ല, കർത്താവിന് മാറ്റാൻ കഴിയാത്ത ലുക്കേമിയ ഇല്ല, കർത്താവിന് മാറ്റാൻ കഴിയാത്ത വൈറൽ ഫീവർ ഇല്ല, കർത്താവിന് മാറ്റാൻ കഴിയാത്ത ലിവർ സിറോസിസ് ഇല്ല, കർത്താവിന് മാറ്റാൻ കഴിയാത്ത ലിവർ ക്യാൻസർ ഇല്ല, കിഡ്നിയുടെ ട്രബിൾ ഇല്ല. എന്റെ യേശുവിനെല്ലാം കഴിയും. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ കഷ്ടപ്പെടുക കേട്ടോ. ഇന്നലെ രാത്രി എന്നെ ആന്താര്യത്തെ അമ്മച്ചി വിളിച്ചു. അമ്മച്ചി ഒരു ഹെഡ് മിസ്സസ് ആയിരുന്നു. അമ്മച്ചിയുടെ ഭർത്താവും ഒരു ഹെഡ് മാസ്റ്റർ ആയിരുന്നു. അദ്ദേഹം നിത്യതയെ വിശ്രമിക്കുന്നു. അമ്മച്ചി എൻ്റെ സഭയുടെ വിശ്വാസിയാണ്. എന്നെ വിളിച്ചു പറഞ്ഞു, പാസ്റ്ററെ, എൻ്റെ ഭർത്താവിൻ്റെ അനിയൻ്റെ മകൻ സാബു. ഞാൻ പറഞ്ഞു, എനിക്കറിയാം, എൻ്റെ കൂട്ടുകാരനാ, അവനോട് ഇട്ടിപ്പാറ ഷോപ്പുള്ളവനാ, അവന് ലിവറിലെ ക്യാൻസറാണ്. പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കും. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുക മാത്രമല്ല, ഞാൻ അല്പത്തിരക്കിൽ 2 ദിവസത്തേക്കകത്ത് ഞാൻ അവൻ്റെ വീട്ടിൽ സമയം കണ്ടെത്തി വരും, ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. ഹലോ, നീ ഇന്ന് രാത്രി സൗഖ്യത്തോടെ ഇരിക്കുമ്പോൾ തലമുറയോട് പറയണം, എൻ്റെ കുഞ്ഞെ, പ്രതീക്ഷയൊക്കെ മങ്ങിയതായിരുന്നു കേട്ടോ, ഒരു വിടുതൽ കിട്ടുമെന്നുള്ള യാതൊരു സാധ്യതയുമില്ലായിരുന്നു. എന്നൊരു പാവപ്പെട്ട ദൈവദാസൻ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചു. ദൈവം ആ പ്രാർത്ഥന കേട്ടു, ഞങ്ങളെ വിടുവിച്ചതാ എന്ന് തലമുറയോട് പറയാൻ നീ മറക്കരുത്. മനസ്സിലാകുന്നുണ്ടോ? നിനക്ക് വേണ്ടി തോളി പെട്ടകം ചുമന്ന ഏതോ ഒരു പുരോഹിതനുണ്ട്. മണിക്കൂറുകൾ തോളത്തെ ഭാരം വെച്ചുകൊണ്ട് ഈ 2 കൽപ്പനകളുടെയും ഈ പെട്ടകത്തിന്റെയും ഭാരം ചുമന്നു നിന്ന ഏതോ ഒരു ദൈവപുത്രനുണ്ട്. നീ അത് മറക്കരുത്. നീ തലമുറയ്ക്ക് ആ ദൂത് കൈമാറണം. ഓ റബലബലബശ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്നലെ ഞങ്ങൾ കല്ലുമല സഭയിൽ ചെന്നപ്പോൾ ഒരു കാര്യം ഞാൻ എടുത്തു പറഞ്ഞു. ഈ കർത്താവിന് എല്ലാ കാര്യത്തിലും ഈ വിടുതൽ പ്രാപിച്ചവരോട് പറയാനൊരു സന്ദേശമുണ്ട്. സ്തോത്രം. ഇപ്പോൾ കർത്താവ് ഈ 38 വർഷമുള്ള പക്ഷപാതക്കാരൻ്റെ ഇടയ്ക്ക് ചെന്നു. 38 വർഷം യേശു ജനിക്കുന്നതിന് മുമ്പോട് അവനെ കിടക്കുക. അവിടെ ചെന്നിട്ട് യേശു അവനോട് ചോദിച്ചു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? അങ്ങനെ ചോദിക്കാൻ എന്നാ കാര്യം? ഇവന് മനസ്സുണ്ടായിരുന്നെങ്കിൽ ഈ 38 വർഷമായിട്ട് ഇവൻ്റെ അടുക്കൽ സൗഖ്യം പ്രാപിച്ചു പോയ ഒരുപാട് പേരുണ്ട്. ഇവരാരോടെങ്കിലും ഇവനൊന്ന് ചിരിക്കുകയോ വർത്താനം പറയുകയോ കൈ കൊടുക്കുകയോ ഒന്നും ചെയ്തിരുന്നെങ്കിൽ അവരോട് പറഞ്ഞാൽ മതിയായിരുന്നു, എൻ്റെ ബ്രദറെ, ഞാൻ 38 വർഷമായിട്ട് കിടക്കുക, ആരും ഒരു സഹായത്തിനില്ല, നീ ഇന്ന് ചാടി സൗഖ്യമായിട്ട് നാളെ ഈ സമയത്തൊന്ന് വരണം, അതിൽ എന്നെ തെള്ളിയെടുത്ത് തന്നെ അതും കിട്ടണം എന്നാരോടെങ്കിലും ഇവൻ പറഞ്ഞിരുന്നെങ്കിൽ ഇതിനു മുമ്പേ ആരെങ്കിലും ഇവനെ ദൂതം വരുമ്പോൾ തെള്ളിയിട്ടേനെ. പക്ഷെ ഇവൻ ആരോടും എന്തിട്ടില്ല. ഇവന് രോഗിയാണേലും പൊങ്ങച്ചം വരുത്തില്ല, താഴാനുള്ള മനോഭാവം. നിങ്ങൾ മിണ്ടുന്നില്ല. നിങ്ങളുടെ കാര്യം ഞാൻ 38 വർഷത്തെ കുളക്കര കിടന്നുള്ള കാര്യം പറയാം. ഇവിടെ ആരും കൈപൊക്കുകയൊന്നും വേണ്ട. എത്ര അധപ്പതിച്ചാലും മനുഷ്യൻ്റെ മുമ്പിൽ ഒന്ന് എളിമപ്പെടാനുള്ള മനോഭാവം ഇവനില്ല. ഇവൻ ആ കിടപ്പ് ഇനി 38 അല്ല 380 വർഷം കിടന്നാൽ ആ കിടപ്പ് കിടക്കാൻ തയ്യാറാണ്. പക്ഷെ ആരുടെ മുമ്പിൽ എന്ത് ചെയ്തില്ല. പ്രൈസ് ദി ലോർഡ്. അവിടെ കർത്താവ് ചോദിച്ചു, നിനക്ക് മനസ്സുണ്ടോ? അന്നേരം അവനെ മറുപടി, എന്നെ സഹായിക്കാൻ ആരുമില്ല.
ഇവൻ ഇന്ന് വരെ സഹായം വേണമെന്ന് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഇവനെ സഹായിക്കാൻ ആരും എന്ന് പറയുമ്പോൾ ഇവനെ സഹായിക്കണമെന്ന് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കർത്താവ് പറഞ്ഞു, നീ എഴുന്നേറ്റ് പൊക്കോളാൻ പറഞ്ഞു. ഇവൻ എഴുന്നേറ്റ് ന്യായമായിട്ട് കർത്താവെ നന്ദിയുണ്ട്, 38 വർഷം ഒരു മനുഷ്യനെ സഹായിക്കില്ലായിരുന്നു, നീ എന്നെ വന്ന് കണ്ട് സഹായിച്ചല്ലോ, ദൈവം അനുഗ്രഹിക്കട്ടെ എന്നൊരു വാക്ക് പറയണ്ടേ? നിങ്ങൾ പറയണ്ടേ? നിങ്ങൾ ആ ഭാഗം എല്ലാം വായിച്ചോ. ഇവൻ ഒറ്റ അക്ഷരം വേണ്ടിയില്ല, സൗഖ്യം കിട്ടി ഒറ്റ ഓട്ടമാണ്. ചിലർ വിശ്വാസി വരുന്നത് ഇങ്ങനെ, രക്ഷിക്കപ്പെടാം, സ്നാനപ്പെടാം, വേർപെടാമെന്നൊക്കെ പറഞ്ഞ് വന്നാലും സൗഖ്യം കിട്ടിക്കഴിഞ്ഞാൽ ഒറ്റ പോക്ക് പോയാൽ പിന്നെ ആളിനെ കിട്ടത്തില്ല. നമ്മൾ ചിലർ അവനെ തപ്പിപ്പോത്തില്ല, കർത്താവ് ഇവൻ്റെ പുറകെ പോയി. കർത്താവ് വിടത്തില്ല ഇവനെ. കർത്താവ് പുറകെ പോയിട്ട് പള്ളി വെച്ച് ഇവനെ കണ്ടു. സ്തോത്രം. ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് ഇവനെ കണ്ടിട്ട് ഇവനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഒരു 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 മനുഷ്യത്വം നീ കാണിച്ചില്ലല്ലോ, ഒരു നല്ല വാക്ക് നീ പറഞ്ഞില്ലല്ലോ, പോട്ടെ ഞാൻ വിട്ടേക്കുന്നു. പക്ഷെ ഒരു കാര്യം, അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി മേലാൽ. അപ്പം അങ്ങനെയാണ് ഇതുവരെ വന്ന തിന്മയ്ക്കെല്ലാം പുറകെ ഒരു കാരണമുണ്ടെന്നല്ലേ യേശു പറഞ്ഞേ? അങ്ങനെ മിണ്ടുന്നില്ല. ചിലരുടെയൊക്കെ പ്രശ്നത്തിൻ്റെ പുറകിൽ കാരണമുണ്ടെന്നേ. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാനുള്ള കാര്യം പറയാം. ചിലരുടെയൊക്കെ പ്രശ്നത്തിൻ്റെ പുറകിൽ എന്തോ ഉണ്ട്, ഒരു കാരണമുണ്ട്. ഇവന് തിന്മയായത് 38 വർഷം ഭവിച്ചതിൻ്റെ പുറകിൽ ഒരു കാരണമുണ്ടെന്ന് ഞാനല്ല, സർവജ്ഞാനിയായ യേശു പറയുക. യേശു പറഞ്ഞു, ഇനിയും വരാൻ പോകുന്നത് കോവിഡും ഒമൈക്രോണൊന്നുമല്ല, അതി വലുത് വരാൻ പോവാ. പക്ഷെ ഇനിയും അധികം തിന്മയായത് നിനക്ക് ഭവിക്കാതിരിപ്പാൻ സാധ്യതയുണ്ട്. ഭവിക്കാതിരിപ്പാൻ നീ ഒരു കാര്യം ചെയ്യണം, ഇനി മേലെ എന്ത് ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി വഴി തുറന്നു, അക്കരെ കയറി, സാക്ഷ്യത്തിൻ്റെ കല്ലും നാട്ടി നിന്നോട് പരിശുദ്ധ കാര്യം പറയാനുണ്ട്. നിന്റെ നിന്ന ഉരുട്ടിക്കളഞ്ഞ ദൈവത്തോട് നീ എന്നും നന്ദിയുള്ള വ്യക്തിയായിരിക്കണം. ഹല്ലേലൂയ. സന്തോഷമുണ്ട്. കൈ ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ചു പറയുന്നു, അർഹതയില്ലാത്ത യോഗ്യതയില്ലാത്ത നിന്നെ ഈ ശ്രേഷ്ഠകരമായ വഴിയെ വലങ്കരം പിടിച്ചു നടത്തി വാഗ്ദത്തങ്ങളിലേക്ക് കൊണ്ടുപോയി നിന്നേക്കാൾ ശക്തന്മാരായിരുന്ന അനാക്യ മല്ലന്മാരെയൊക്കെ തകർത്ത് വാഗ്ദത്തങ്ങളെ വെട്ടിപ്പിടിച്ച് അളവ് നൂല് മനോഹര ദേശത്തിട്ട് നിനക്ക് വാഗ്ദത്തം വിഭജിച്ചു തന്നപ്പോൾ നിന്റെ തലമുറയോട് പറയാൻ മറക്കരുത്, അർഹതയില്ലാത്ത ഇടത്ത് ഞങ്ങളുടെ ദൈവം ഞങ്ങളെ നടത്തിയത്. ഓ, കരമടിച്ചു ശബ്ദമുയർത്തി അഭിഷേകത്തോടെ പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയരെ, ദൈവം നമുക്ക് ചെയ്ത, അതുകൊണ്ടല്ലേ ദാവീദ് പറഞ്ഞത്, എൻ മനമേ നീ യഹോവയെ വാഴ്ത്ത്, എൻ്റെ സർവ അന്തരംഗവുമേ നീ അവൻ്റെ നാമത്തെ വാഴ്ത്ത്. എൻ മനമേ അവൻ്റെ ഉപകാരങ്ങൾ, അടുത്തിരിക്കുന്ന ആളിന് കൈ കൊടുത്ത് പറഞ്ഞ അവൻ്റെ ഉപകാരങ്ങൾ പറയണം. അതുകൊണ്ട് പറയണേ, കൈ കൊടുക്കാനല്ല ഞാൻ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്നലെ 2005 പ്രസംഗിച്ച ഒരു സ്ഥലത്ത് ഇന്നലെ ഞങ്ങൾ രണ്ടും കൂടെ പോയി. 2005 അവിടെ പ്രസംഗിച്ച അന്നൊരു പട്ടിക്കാടാണ്. ആ കാടിനകത്ത് പെട്ടെന്ന് ക്രമീകരിച്ച ഒരു ചെറിയ സംവിധാനത്തിലാണ് പ്രസംഗിച്ച്. ഇന്നവിടെ ഒരു ദിവസത്തേക്ക് 1,60,000 രൂപ വാടക മേടിക്കുന്നൊരു വലിയ ഓഡിറ്റോറിയവും ഒരു മനോഹരമായ വീടും അവിടെ പണിതേക്കുക. അപ്പോൾ അവിടെ ഇന്നലെ പ്രസംഗിച്ചേ. പണ്ട് അവിടെ ഒരു പട്ടിക്കാടായിരുന്നു. അപ്പോൾ ഞാനവിടെ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ ഒത്തിരി 2005 പോയിട്ട് 16 വർഷം അല്ലേ, 16 വർഷം പുറകോട്ട് എൻ്റെ ഓർമ്മകൾ പോയി. അപ്പം ദൈവം ആ സ്ഥലത്തും ആ കുടുംബത്തിനും വരുത്തിയ മാറ്റമെല്ലാം ഞാൻ കണ്ടു. വലിയ ഒരു നമ്മുടെ ഇവിടെ എങ്ങും ഒരു അത്രയും മനോഹരമായ ഒരു സംവിധാനമില്ല. അത്ര വലിയ മനോഹരമായ സംവിധാനത്തിലാണ് അതെല്ലാം പണിതേക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് അകത്തിരുന്നപ്പോൾ ഈ ഉടമസ്ഥനും ഭാര്യയും കൂടെ എൻ്റെ അടുത്തും വലത്തും വന്നെന്ന് 2 കൊച്ചു പിള്ളേരോടൊക്കെ വന്നിട്ട് ഒരുപാട് പടം അവരിങ്ങനെ സെൽഫി ആയിട്ടെടുത്തു.
സ്തോത്രം. ഞങ്ങളുടെ വീട്ടിലൊന്ന് വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ ഒത്തിരി സന്തോഷത്തോടെ. അപ്പം ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ അജിത്ത് എന്ന് പറഞ്ഞ മകൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് വരുന്നു. അവൻ വലിയ മില്ലിയനറാണ്, ഭയങ്കര കാശുകാരൻ. അമേരിക്കയിലെ സംവിധാനങ്ങൾ വേണ്ടാന്ന് പറഞ്ഞ് നാട്ടിൽ വന്ന് നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ അവൻ്റെ കണ്ണിലെ കണ്ണുനീര് കണ്ടപ്പോൾ എനിക്കും ഭയങ്കര സങ്കടമായി. അവൻ കരഞ്ഞതെല്ലാം സന്തോഷത്തിൻ്റെ കണ്ണുനീരാണ് കേട്ടോ. അപ്പം ഞാൻ ചോദിച്ചു, എന്താ അജിത്തെ നീ? അല്ല പാസ്റ്ററേ, ഞാൻ ഒരു നിമിഷം അറിയാതെ നടത്തിയ വിധങ്ങളൊന്നും ഓർത്തു പോയതാണ്. ഒരു വലിയ കോടീശ്വരനാണ് കേട്ടോ, ഭയങ്കര കോടീശ്വരനാണ്. പക്ഷെ അവനെ കരഞ്ഞതിന് എന്നോട് പറയുകയാണ്, ഞാൻ നടത്തിയ വിധങ്ങളൊന്ന് ഓർത്തു പോയതാന്ന് പറഞ്ഞു. ഇന്ന് രാത്രി ഞാൻ ഇത്രയും മെസ്സേജ് പറഞ്ഞപ്പോൾ നടത്തിയ വിധങ്ങളൊന്ന് ഓർത്ത് എത്ര പേരുണ്ട്? ഹല്ലേലൂയ. നിന്നെ ഇന്നത്തെ മാന്യതയുടെ ശ്രേഷ്ഠതയുടെ ആ ലെവലിലേക്ക് കരം പിടിച്ചുയർത്തി കൊണ്ടുവന്ന ദൈവം ഇന്നലകളിൽ ഒന്നുമില്ലായ്മയിൽ നിന്നെ നടത്തിയ വിധങ്ങളെ ഒന്ന് ഓർത്തിട്ട് ദൈവത്തിന് മഹത്വം കരയറ്റാൻ കഴിയുന്ന എത്ര പേരിന്ന് രാത്രി ഇവിടെയുണ്ട്? ഹല്ലേലൂയ. തലമുറയ്ക്ക് അത് കൈമാറുവാൻ മറക്കരുത്. ഞാൻ എൻ്റെ വാക്കുകളെ വേഗം നിർത്താൻ പോകുകയാണ്. ദൈവം യോശുവോട് പറയുകയാണ്, നീ തലമുറയ്ക്ക് അത് കൈമാറാൻ പറഞ്ഞേ, തലമുറയ്ക്ക് ഇത് കൈമാറാൻ മിണ്ടുന്നില്ല, മറക്കരുത്. ഞാനിതിന് ആവർത്തിച്ചത് പറയുന്നു. ദൈവം നടത്തിയ വിധങ്ങൾ തലമുറയ്ക്ക് കൈമാറാൻ മറക്കരുത്. ഞാൻ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ് എൻ്റെ ചെറിയാൻ പാസ്റ്ററെ, PS ഫിലിപ്പ് സാറ്, കോശി സാറ്, ഷാരോനിലെ ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ചിലെ ബേബിച്ചാന്, അങ്ങനെയുള്ള ഒരു നിര ശക്തന്മാരായ ദൈവദാസന്മാർ ഭൂമുഖത്തു നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുക. യോഗിച്ചോ, റീനാൾഡ് ബോങ്കെ, അങ്ങനെ ഈ തലമുറയെ ദൈവം ഉപയോഗിച്ച അതിഭക്തന്മാരായ ലക്ഷക്കണക്കിന് ആളുകളെ കൃപയിലേക്ക് നടത്തിയ മോറിസിർലോ ഒക്കെ ഉൾപ്പെടെയുള്ള ശക്തന്മാരുടെ നിര മാറിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു, രാവിലെ 5 മണിക്ക് എണ്ണിച്ച് അതിരാവിലെ തിരുസന്നിധിയൊക്കെ പാടി 7 മണി വരെ പ്രാർത്ഥിച്ച് പിന്നെ കർത്താവിൻ്റെ വചനം ധ്യാനിച്ച് പോകുന്ന ഒരു തലമുറ. വൈകിട്ട് 5 മണിക്ക് ഇന്ന് പകൽ മുഴുവൻ ഞങ്ങളെ നടത്തിയ യേശുവിനെ കുറിച്ച് പാടി പ്രാർത്ഥിച്ച് വചനം ധ്യാനിച്ച ഒരു തലമുറ ഭൂമുഖത്തു നിന്ന് മാറുക. ഇനിയുള്ള തലമുറ 8 മണിക്ക് എഴുന്നേൽക്കുന്ന, ഹലോ, നമ്മുടെ പിള്ളേർ രാത്രി മുഴുവൻ ഇതിൻ്റെ മുന്നേ ഇരിക്കുന്നതുകൊണ്ട് 1 മണി 2 മണിയൊക്കെ കഴിഞ്ഞിട്ട് 8 മണിക്കാണ് അവർ എഴുന്നേൽക്കുന്നത്. അല്ലെ 8 മണിക്കാണ് ഒന്നുകൂടെ പുതപ്പ് തല്ലോട്ട് വലിച്ചിടുന്നത്. അപ്പോൾ ആ രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന, രാവിലെ കരഞ്ഞുകൊണ്ടിരുന്ന ഒരു തലമുറ ദേശത്തു നിന്ന് തീരുക. ഈ ദിവസങ്ങളിൽ കുറേ പ്രായമുള്ള ദൈവദാസന്മാരുടെ വേർപാടിൻ്റെ വാർത്തകൾ കേൾക്കും. അതിനകത്ത് ഞങ്ങളൊക്കെ കാണാം. ഹലോ, ഞാൻ വേദനയോടെ ഓർപ്പിക്കുന്നത്, ഞങ്ങൾക്കൊന്നും അധികം നാളിനി സ്റ്റേജില്ല. പക്ഷേ അടുത്ത തലമുറ ഇതെന്തെന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ, ഹല്ലേലൂയ, ഇത്രത്തോളം ഞങ്ങളെ മാനിച്ചതിൻ്റെ പുറകിൽ ദൈവം ഞങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്തതെന്ന് പറഞ്ഞു കൊടുക്കാൻ അകത്തളത്തിൽ ദൈവിക സാന്നിധ്യത്തിൻ്റെ ബോധമുള്ള എല്ലാ മാതാപിതാക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇത്രയും അത്ഭുതം കണ്ട് ആകാനാണ് ശപഥാർപ്പിതമെടുത്ത് എന്ത് ചെയ്തേ? തൻ്റെ വീടിനകത്ത് കുഴിച്ചിട്ടു. മുൻപ് വലിയ പരാജയം ഉണ്ടായി. യെരിഹോ വന്ന വലിയ പ്രശ്നത്തെ അതിജീവിച്ച ദൈവമക്കൾക്ക് ഹായ് എന്ന ചെറിയ പ്രശ്നത്തിന് മുമ്പിൽ മുട്ടുമടക്കേണ്ടി വന്നു. കുറേയേറെ പേര് മരിച്ചു. യോശുവയ്ക്ക് ഭയങ്കര സങ്കടമായി. യോശുവ നെടുമ്പാട് വീണു, കരഞ്ഞു. അപ്പം ദൈവം പറഞ്ഞു, ജനത്തിൻ്റെ ഇടയിൽ പാപമുണ്ട്, അശുദ്ധിയുണ്ട്. പരാജയത്തിൻ്റെ പുറകിൽ ജനം തന്നെയാണ് കാരണം. ഇന്നത്തെ പല പ്രശ്നത്തിൻ്റെ പുറകിൽ നമ്മൾ തന്നെയാണ് കാരണം. പ്രൈസ് ദി ലോർഡ്. ജനത്തെ വിളി, ഗോത്രങ്ങളെ വിളിച്ചു, ചീട്ടിട്ടു. കുലങ്ങളെ വിളിച്ചു, ചീട്ടിട്ടു. കുടുംബങ്ങളെ വിളിച്ചു, ചീട്ടിട്ടു. യഹൂദാ ഗോത്രത്തിൽ കുടുംബത്തിൽ പിടിക്കപ്പെട്ടു. അവസാനം വന്നു, ആഹാന്റെ പേര് വന്നു. ഒരു 10 മിനിറ്റ് മുമ്പേ പറഞ്ഞാൽ പോലെ, ചെറിയാൻ പാസ്റ്റർ ഞാനാണ് ഈ കുഴപ്പമുണ്ടാക്കിയത്. ഇത്രയും വട്ടം കാണേണ്ട കാര്യമാണ്. ഇപ്പം പറഞ്ഞില്ല. ഇത്രയും ആയപ്പോൾ യോശുവ സ്നേഹത്തോട് പറഞ്ഞു, മോനെ
എന്താണ് സംഭവിച്ചത്? ഒരു ദൈവഭൃത്യൻ്റെ ക്വാളിറ്റി. നമ്മൾ പറയുന്നത് ഇത്ര ഞങ്ങളിട്ട് വലിച്ചില്ല നമ്മൾ നല്ല ചെവിക്കലിനൊക്കെ പോട് കൊടുക്കും. പക്ഷേ ആ യോശുവയുടെ ക്വാളിറ്റി നോക്കിയേ. മോനെ, വിളി കണ്ടോ? മോനെ, എന്താണ് പറ്റിയേ? ഉടനെ അവൻ പറയാണ്, ഞാൻ കണ്ടു, ഞാൻ മോഹിച്ചു, ഞാൻ എടുത്തു, ഞാൻ കുഴിച്ചിട്ടു. അതിൽ സ്വർണ്ണയങ്കി ഏറ്റവും താഴെ കിടക്കുന്നു, വെള്ളിക്കട്ടി അതിൻ്റെ മേളിലാണ് കിടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവനെയും ആ ശബദാർപ്പത്തെല്ലാം കൂട്ടി ആ വീടിനകത്ത് തന്നെ ഇട്ട് അവൻ്റെ ഭാര്യയും പിള്ളേരും എല്ലാം കൂടി കൽക്കൂനയാക്കി. പ്രൈസ് ദി ലോർഡ്. ഈ കൽക്കൂന അവിടെ നിൽക്കുക. അതും തലമുറയോട് നീ പറയണം. ഇവിടെ ശ്രദ്ധിച്ചേ, 12 കല്ലിൻ്റെ സാക്ഷ്യം പറയണം, ദൈവം ഞങ്ങൾക്ക് വേണ്ടി വഴി തുറന്നതാ. മറ്റേ കൽക്കൂനയുടെ സാക്ഷ്യം നീ പറയണം, ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ശക്തനായ സ്തുതിക്കുന്നവൻ്റെ കുടുംബത്തിലുള്ള ഒരു മനുഷ്യനായിരുന്നു ആഹാൻ. കൊയറിന് മുമ്പിലുണ്ട്, പ്രസംഗത്തിന് മുമ്പിലുണ്ട്, പ്രബോധനത്തിന് മുമ്പിലുണ്ട്, വീട്ടുപ്രാർത്ഥനയ്ക്ക് മുമ്പിലുണ്ട്, പെട്രോമാക്സ് തലയെ വെച്ചുകൊണ്ട് തമ്പേറും തൂക്കി പിടിച്ചുകൊണ്ട് യോഗത്തിന് പോകുന്നത് ആഹാനായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കൂടുതൽ ഏറ്റവും മിടുക്കനാ. പക്ഷെ പുള്ളിയുടെ മണ്ടയ്ക്ക് വെച്ച കല്ല ഇത് മുഴുവൻ. മിണ്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പുറമെ ഭക്തി അഭിനയിച്ചിട്ട് അകമേ ദൈവത്തിന്റെ നന്മയുടെ ദൂതുകളെ അപലക്ഷണമാക്കി കുഴിച്ചിട്ടവന് വന്ന ശിക്ഷയും നീ തലമുറയോട് പറയണം. പ്രൈസ് ദി ലോർഡ്. നല്ല കാര്യം മാത്രം പറഞ്ഞ് ഗ്ലോറിയും വിക്ടറിയും പ്രൈസ് ദി ലോർഡ് പഠിച്ചു പോകരുത്. മറുഭാഗത്ത് ദൈവത്തിന്റെ ന്യായവിധി വെളിപ്പെട്ട കാര്യവും നീ തലമുറയ്ക്ക് കൈമാറണം. മനസ്സിലാകുന്നുണ്ടോ? നല്ല ഹല്ലേലൂയ രാത്രി പറയണമേ. ഹല്ലേലൂയ. തലമുറയ്ക്ക് കൈമാറാൻ ഇന്ന് രാത്രി 2 സാക്ഷ്യങ്ങൾ. ഒന്നൊരു വഴി തുറന്ന സാക്ഷ്യം, നിന്ന ഉരുട്ടിക്കളഞ്ഞ സാക്ഷ്യം, അത്ഭുതം ചെയ്ത സാക്ഷ്യം, വാഗ്ദത്തത്തിലേക്ക് നടന്ന സാക്ഷ്യം. എന്ന മറുഭാഗത്തൊന്ന് അല്ലെ ശബദാർപ്പിതം എടുത്തവന്റെ കുടുംബത്തെ കുപ്പക്കുന്നാക്കിയ ഒരു കൽക്കൂലയുടെ സാക്ഷ്യം. രണ്ടും തലമുറയ്ക്ക് കൈമാറിയാലേ തലമുറയ്ക്ക് ദൈവത്തെ ഭയമുണ്ടാകത്തുള്ളൂ. കരമടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. ഇന്ന് രാത്രി തലമുറയ്ക്ക് ദൈവത്തെ ഭയമുണ്ടാകാൻ പ്രൈസ് ദി ലോർഡ്. നല്ലൊരു ഹല്ലേലൂയ പറ. ഞാനിവിടെ എൻ്റെ വാക്കുകൾ നിർത്തും. എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഒരു തീരുമാനമെടുക്കും? ഇപ്പോൾ പിള്ളേരെല്ലാം വീട്ടിലുണ്ടല്ലോ. അതുങ്ങൾ രാവിലെ ടച്ച് ഫോണുമായിട്ട് ക്ലാസ്സാണെന്ന് പറഞ്ഞ് ഓൺലൈനിൽ കയറി കഥ കടയ്ക്കുന്നതിന് മുമ്പേ ഇടയ്ക്ക് പ്രാർത്ഥിക്കാൻ നേരത്താണല്ലോ പായെ കൂടെ ഇരുത്തിയിട്ട് ഒരു സങ്കീർത്തനവും വായിച്ചൊരു പാട്ടും പാടി ഒരു ഉണക്ക പ്രാർത്ഥനയും പ്രാർത്ഥിച്ച് പോകാതെ 10 മിനിറ്റ് പിള്ളേരുടെ കാര്യം പറ. പ്രൈസ് ദി ലോർഡ്. മോനെ, ഇന്ന് ഈ കാണുന്ന വീട്, ഇന്ന് ഈ കാണുന്ന വാഹനം, ഇന്ന് ഈ കാണുന്ന പപ്പായുടെ ജോലി, ഇന്നത്തെ ഈ സാഹചര്യങ്ങളുടെ എല്ലാം പുറകിൽ നമുക്ക് പ്രാർത്ഥിക്കുന്ന ഒരു അപ്പച്ചനും അമ്മച്ചും ഉണ്ടായിരുന്നു. അന്ന് ഒത്തിരി വിശ്വാസിയില്ലെങ്കിലും 10-16 കുടുംബങ്ങളിലൊക്കെ കൊച്ചൊരു സഭ ഞങ്ങളുടെ പുറകിലുണ്ടായിരുന്നു. അതൊക്കെ പറഞ്ഞ് പിള്ളേരെ ഒന്ന് ബോധ്യപ്പെടുത്തണം. ഹലോ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നത് പറയണം. ഇന്നൊരു പാസ്റ്റർ എൻ്റെ സഭയിൽ വന്നു. പാസ്റ്ററെ, ആ പാസ്റ്റർ പറഞ്ഞ്, മുളക്കടയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ തിയോളജി പഠിപ്പിച്ച ദൈവദാസൻ്റെ വായിൽ നിന്ന് വന്ന ഒരു വാക്കാണ് എന്നെ ഊഷരഭൂമിയായ വടക്കേ ഇന്ത്യയിലെ വേലയ്ക്ക് വേണ്ടി നിയോഗിച്ചത്. അപ്പം അദ്ദേഹം തിയോളജി പഠിപ്പിക്കാൻ മാത്രമായിരുന്നു, സാക്ഷി പറയുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ നല്ല പുട്ടിനിടയ്ക്കിടയ്ക്ക് ചിന്ത തേങ്ങാപ്പീരിടുന്ന പോലെ ക്ലാസ്സിനിടയ്ക്ക് ഇന്നലകളിൽ ദൈവം നടത്തിയ അനുഭവങ്ങളുടെ സാക്ഷ്യം കേട്ടപ്പോൾ ഈ ചെറുപ്പക്കാരൻ, അന്ന് 18 വയസ്സേ ഉള്ളൂ, ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോയിരിക്കുക. ആ ചെറുപ്പക്കാരൻ തീരുമാനിച്ചു, ബൈബിൾ കോളേജിൽ ഇറങ്ങിയ ഗ്രാജുവേഷൻ ലഭിച്ചാൽ സുവിശേഷം എത്തിയിട്ടില്ലാത്തൊരു ഗ്രാമത്തിൽ ഞാൻ പോകും. എന്ത് ത്യാഗമുണ്ടായാലും ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യും. 31 വർഷമായി ആ മനുഷ്യനോട് വേല ചെയ്യുക. കഴിഞ്ഞ 2 വർഷം ഹോൾ അടഞ്ഞു പോയി, വരുമാനമാർക്കുമെല്ലാം നിന്നു. തനിക്ക് 2 പെമ്മക്കളും ഒരു മോനുമാണ്. ആ മോടെ കല്യാണം 30-ാം തീയതി ഞാനാണ് നടത്തുന്നത്. ആ മോള് ഈ അപ്പനോട് പറഞ്ഞപ്പോൾ, ഞാൻ MA വരെ പഠിച്ചല്ലോ, ഞാനൊരു താൽക്കാലിക ജോലിക്ക് നാളെ തൊട്ട് കയറുക. എന്നാലും അപ്പൻ പറഞ്ഞു, മോളെ പഠനം പൂർത്തിച്ച് പോരപ്പ, നമുക്കിപ്പം വരുമാനമൊന്നുമില്ലല്ലോ. എൻ്റെ ഡാഡി ഒത്തിരി കഷ്ടപ്പെട്ട് വേല ചെയ്യാൻ പഠിപ്പിച്ചല്ലേ, ഇനി ഞാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത്
തൽക്കാലം കോവിഡ് മാറുന്നത് വരെ ഞാൻ വീട്ടിലെ ചെലവ് നടത്തിക്കോളാമെന്ന് പറഞ്ഞ് അവളാണ് ഞങ്ങളുടെ കാര്യം നോക്കിയെന്ന് അപ്പൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ കണ്ണുനീര് വീഴുന്നുണ്ട് കേട്ടോ. ഹല്ലേലൂയ. എനിക്കൊത്തിരി സന്തോഷമുണ്ടായി. MA വരെ പഠിച്ച കൊച്ച് ആ വടക്കേ ഇന്ത്യയിലെ കത്തട കണ്ടിട്ട് അപ്പന് ധൈര്യം കൊടുക്കുകയാ. കോവിഡ് ഒരു ഭാഗത്ത് വരട്ടെ, സഭാകൾ അടയട്ടെ, ആരാധന നിൽക്കട്ടെ, പക്ഷെ പുലർത്താൻ കഴിയുന്ന ദൈവം ഞങ്ങളെ പുലർത്തുമെന്ന് പറയാൻ ഇന്നൊരു രാത്രി ദൈവത്തിന്റെ പൈതലേ നിന്റെ തലമുറയ്ക്ക് കൈമാറുന്ന സന്ദേശം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എത്ര പേര് തയ്യാറുണ്ട് തലമുറയ്ക്കൊരു സന്ദേശം കൈമാറാൻ? കർത്താവിന് വേണ്ടി കൊടുക്കാനും കൊടുപ്പിക്കാനും നീ പഠിപ്പിക്കണം. നിന്റെ വീട്ടിൽ ദൈവത്തെയും ദൈവത്തിൻ്റെ ജനത്തെയും ഒക്കെ മാനിക്കുന്ന തലമുറ കാണണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നമ്മുടെ പിതാക്കന്മാർ ചെയ്തതിൻ്റെ ഗുണങ്ങൾ നമ്മൾ അനുഭവിക്കുന്നതെല്ലാം ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മൈലുകൾ നടന്നും കഷ്ടപ്പെട്ടും കർത്താവിൻ്റെ വേല ചെയ്ത ദൈവമക്കളെല്ലാം ദൈവം അനുഗ്രഹിക്കുകയല്ലേ. ഞാൻ കഴിഞ്ഞ ദിവസം ബീഹാറിൽ പോയി, പാസ്റ്റേ, നേപ്പാളിൽ പോയി ഈ കോവിഡിൻ്റെ സമയത്ത്. പ്രൈസ് ദി ലോർഡ്. അവിടെയൊക്കെ ചെന്ന ജനത്തിൻ്റെ കഷ്ടതകളൊക്കെ കാണുമ്പോഴാണ് നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ്. സുഖിക്കുക, നമ്മളെല്ലാം സുഖിക്കുകയല്ലേ. നിങ്ങൾ എത്ര പേര് വടക്കേ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്? ഒരു ഉണർവുണ്ടാകും, ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ അതിനു മുമ്പ് നമുക്കൊരു മാനസാന്തരം ഉണ്ടാകും. ഞാൻ രാത്രി പറഞ്ഞ ദൂത് മുഴുവൻ ഒരു മാനസാന്തരപ്പെടാനുള്ള ദൂതാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു ഉണർവുണ്ടാകും, പക്ഷെ അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? പറഞ്ഞ എല്ലാവരും മാനസാന്തരപ്പെടും. എത്ര പേര് തയ്യാറുണ്ട്? ആ കരങ്ങൾ ദൈവം ഒന്ന് കണ്ടോട്ടെ. ഹല്ലേലൂയ. ഒരാഴമായ സമർപ്പണമുള്ളവരുടെ കരങ്ങൾ ദൈവം ഒന്ന് കണ്ടോട്ടെ. നമുക്കൊരു നിമിഷം ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ട് പ്രാർത്ഥിച്ച അനന്തരം കർത്താവിൻ്റെ ദാസന്മാർ മനോഹരമായ ഒരു ഗാനം കൂടെ പാടി നമുക്ക് ഒരുമിച്ച് അല്പനിമിഷം കർത്താവിനെ ആരാധിക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആ രണ്ട് കരങ്ങളും ഒരു നിമിഷം ആ ചങ്കത്തോടൊന്ന് ചേർത്ത് പിടിച്ച് ഒരു നിർമ്മലമായ മനസ്സ്, ഒരു നിർവ്യാജമായ സ്നേഹം, ഒരു നിർവ്യാജമായ വിശ്വാസം ഇന്ന് രാത്രി എനിക്ക് കർത്താവ് തരണേ. എൻ്റെ തലമുറയെ എനിക്ക് ദൈവം ചെയ്ത നന്മകളും ഉപകാരങ്ങളും പറഞ്ഞ് കർത്താവിൻ്റെ മുമ്പിൽ ഭക്തിയുള്ളവരാക്കി തീർക്കും. ദൈവനാമം ദുഷിക്കപ്പെടുന്ന ഒന്നും എൻ്റെ തലമുറയിലൂടെ ലോകത്തിൽ വരാതിരിപ്പാൻ എന്നാൽ ആവോളം എൻ്റെ തലമുറയോട് ദൈവം നടത്തിയ വിധങ്ങൾ ഞാൻ പറയും എന്ന് നീ ഒന്ന് തീരുമാനമെടുത്തേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വീട്ടിലിരുന്ന് മറ്റുള്ളവരുടെ പരദൂഷണവും കുറ്റവും അപവാദവും ഒക്കെ പറഞ്ഞ് കുറവുകൾ പറയാതെ ഇരിക്കുന്ന സമയത്ത് ദൈവം നടത്തിയ വഴികൾ, വിധങ്ങൾ, പരിപാലിച്ച വിധങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ദൈവത്തിന് മഹത്വം കരേറ്റാൻ എത്ര പേര് രാത്രി തയ്യാറുണ്ട്? എല്ലാവരും ദൈവത്തോടെ പ്രാർത്ഥിക്കട്ടെ. ആ കരങ്ങൾ ഒരു നിമിഷം ഒന്ന് ഉയർന്നിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഈ സമർപ്പിക്കുമ്പോൾ തന്നെ വഴികൾ ദൈവം തുറക്കുകയാ. ചെങ്കടലിൽ വഴി തുറന്നവൻ, യോർദാനിൽ വഴി തുറന്നവൻ, എരിഹോവിൽ വഴി തുറന്നവൻ നിനക്ക് വേണ്ടി വഴികളെ തുറക്കുകയാ. ചില പരാജയങ്ങൾ ജയമായി മാറുകയാ, ചില രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകുകയാ, ചില പുരാതന ശൂന്യതകൾ മാറുകയാ. ഒരു വലിയ ദൈവപ്രവൃത്തി നിന്റെ കൂടാരത്തിന്റെ ഉള്ളറയിൽ ഇന്ന് രാത്രി വെളിപ്പെട്ടു വരികയോ. ഹല്ലേലൂയ. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ അല്പനിമിഷങ്ങൾ ആ കരമൊന്ന് ചേർത്തടിച്ച് അഭിഷേകത്തോടെ അന്യഭാഷയിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാരാധിച്ച് ഒരു വലിയ വിടുതൽ രാത്രി ഈ ജനത്തിന്റെ മേൽ വ്യാപരിക്കുവാൻ അർത്ഥരമാനക ശബ്ദര ഞങ്ങളുടെ നല്ല കർത്താവേ, അങ്ങയുടെ മക്കൾക്ക് കൈമാറുവാൻ
എളിയവന്റെ പക്കൽ ദൈവം ഏൽപ്പിച്ച സന്ദേശം ഇന്ന് രാത്രി ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം പകരുവാൻ കൃപ തന്നല്ലോ. ആ ദൂത് ഒരിക്കലും ശിക്ഷാവിധിക്ക് കാരണമാകാതെ, വല്ലപ്പോഴും ഒഴുകിപ്പോകാതെ, അങ്ങയുടെ ജനത്തിനും അങ്ങയുടെ അഭിഷക്തന്മാർക്കും അത് അനുഗ്രഹമായി ഭവിക്കട്ടെ. അത്ഭുതങ്ങൾ ഈ രാത്രി സംഭവിക്കട്ടെ. വഴികൾ ഈ രാത്രി ഓപ്പൺ ആകട്ടെ. രോഗങ്ങൾ ശരീരത്തെ വിട്ടുമാറട്ടെ. കൂടാരങ്ങളിലെ ശൂന്യതകൾ മാറട്ടെ. തലമുറകൾക്ക് വേണ്ടി വിടുതൽ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അങ്ങയുടെ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ.